നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഹിന്ദു വംശഹത്യയും ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും നേരെയുള്ള ആക്രമണവും തുടരുന്ന ബംഗ്ലാദേശിൽ ഇസ്കോൺ പുരോഹിതനും ബംഗ്ലാദേശ് സമ്മിളിത സനാതനി ജാഗ്രൻ ജോട്ട് വക്താവുമായ ചിന്മയി കൃഷ്ണദാസ് ബ്രഹ്മചാരിയുടെ അറസ്റ്റ് ജമാഅത്തെ ഇസ്ലാമിയുടെ കാടത്തത്തിൽ പ്രതിഷേധിക്കുന്നവർക്കുള്ള ശക്തമായ താക്കീതാണ്. സ്വാമിയുടെ അറസ്റ്റിലേക്ക് നയിച്ച കാരണങ്ങൾ ധാക്ക മെട്രോപൊളിറ്റൻ പോലീസിൻ്റെ ഡിറ്റക്റ്റീവ് ബ്രാഞ്ച് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ചിറ്റഗോങ്ങിൽ നടന്ന റാലിക്കിടെ ബംഗ്ലാദേശീയ പതാകയോട് അനാദരവ് കാണിച്ച് കാവിപ്പതാക ഉയർത്തിയതാണ് ഇടക്കാല സർക്കാരിനെ പ്രകോപിപ്പിച്ചതെന്നാണ് ബംഗ്ലാദേശിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. വംശവെറിയിൽ വെന്തുരുകുന്ന ബംഗ്ലാദേശിലെ ഹിന്ദു വേട്ടയാണ് ജനം ഡിബേറ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു, വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ്, സാമൂഹ്യ നിരീക്ഷകരായ ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഡോക്ടർ ഉമ്മർ ഒ തസ്നീം എന്നിവരാണ് അതിഥികൾ. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. ശ്രീ RV ബാബു, ആഗസ്റ്റ് മാസത്തിൽ ആരംഭിച്ച ഹിന്ദു വംശഹത്യയും ഹൈന്ദവ ആരാധനാലയങ്ങൾക്കും അവരുടെ വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങൾക്കു നേരെയുള്ള ആക്രമണവും നവംബറിലും അനുസ്യൂതം തുടരുകയാണ്. അതിനിടെയാണ് സ്വാമി ചിന്മയി കൃഷ്ണദാസിൻ്റെ അറസ്റ്റ്. ജാമ്യം നിഷേധിക്കപ്പെട്ട അദ്ദേഹത്തെ കൽത്തുറങ്കിൽ അടച്ചിരിക്കുകയാണ്. ഹിന്ദു സമാജത്തിനെതിരെയുള്ള വ്യാപക ആക്രമണങ്ങളിലുള്ള പ്രതിഷേധം അടിച്ചമർത്തുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കുമല്ലോ സ്വാമിയുടെ അറസ്റ്റ്. ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിലെ കളിപ്പാവയായി മാറിയിരിക്കുകയില്ലേ ഇടക്കാല സർക്കാരിന് നേതൃത്വം നൽകുന്ന മുഹമ്മദ് യൂനുസ്? ശ്രീ RV ബാബു. തീർച്ചയായും ജമാഅത്തെ ഇസ്ലാമി നിയന്ത്രിക്കുന്ന ഒരു സർക്കാർ ഇപ്പോ ബംഗ്ലാദേശിൽ അധികാരത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോ അവിടുത്തെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദുക്കളും അതേപോലെ ബൗദ്ധരും സിഖുകാരും ക്രൈസ്തവരും ജൈനരും ഒക്കെ ആയിട്ടുള്ള അവിടുത്തെ അമുസ്ലിങ്ങളായിട്ടുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന എല്ലാവിധ ആക്രമണങ്ങളും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശത്തിലും അവരുടെ നേതൃത്വത്തിലും നടക്കുന്ന അക്രമങ്ങളാണ് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. കുറേ കാലങ്ങളായി ബംഗ്ലാദേശിൽ നിന്ന് ഇത്തരത്തിലുള്ള അക്രമങ്ങളുടെ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു. അത് ഏറ്റവും കൂടുതൽ രൂക്ഷമായത് ഈ കഴിഞ്ഞ ഷെയ്ഖ് ഹസീനയുടെ ഭരണമാറ്റവുമായി ബന്ധപ്പെട്ട് ആണ്. ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ നടന്ന അട്ടിമറിയും അതിനെ തുടർന്ന് അധികാരത്തിൽ വന്ന മുഹമ്മദ് യൂനിസിന്റെ ഭരണവും ഒക്കെ നമ്മുടെ കൺമുമ്പിലുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ ഈ ഭരണമാറ്റത്തോട് കൂടിയിട്ട് ബംഗ്ലാദേശിലെ ഹൈന്ദവ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടന്നിട്ടുള്ള ന്യൂനപക്ഷങ്ങളായിട്ടുള്ള അമുസ്ലിങ്ങൾക്കെതിരെ നടന്നിട്ടുള്ള അക്രമങ്ങൾ ഇതിനെ പലവട്ടം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഏറ്റവും ഒടുവില് ഈ അക്രമങ്ങൾക്കൊക്കെ എതിരായിട്ട് ബംഗ്ലാദേശിലെ ഹൈന്ദവ സമൂഹം അവരുടേതായിട്ടുള്ള ജനാധിപത്യപരമായ രീതിയിലുള്ള പ്രതിരോധങ്ങൾ സംഘടിപ്പിക്കാനായിട്ട് തയ്യാറായി. ചിറ്റഗോങ്ങിലടക്കം, ധാക്കയിലും ചിറ്റഗോങ്ങിലും അടക്കം നിരവധി സ്ഥലങ്ങളിൽ അവിടുത്തെ ന്യൂനപക്ഷ സമൂഹം, ഹിന്ദുക്കൾ, പ്രത്യേകിച്ച് ഹിന്ദുക്കൾ ഹൈന്ദവരുടെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ, തികച്ചും സമാധാനപരമായി ജനാധിപത്യപരമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ നടന്നു. ആ പ്രതിഷേധങ്ങളൊക്കെ സംഘടിപ്പിച്ചതും അതേപോലെ അതിന് നേതൃത്വം കൊടുത്തതും ഇന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കപ്പെട്ട ഇസ്കോണിന്റെ സന്യാസി പുരോഹിതനായിട്ടുള്ള ശ്രീ ചിന്മയ ദാസ് പ്രഭുവാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ബംഗ്ലാദേശിൽ നടന്ന പ്രതിഷേധങ്ങളൊക്കെ നടന്നത്. വലിയ തോതിൽ ഹൈന്ദവ സമൂഹത്തെ ഈ അക്രമങ്ങളിൽ നിന്നും രക്ഷിക്കാനും അക്രമത്തിനോട് ജനാധിപത്യപരമായ രീതിയിൽ പ്രതികരിക്കാനും അവരെ പ്രാപ്തരാക്കുന്നതിൽ ഈ ചിന്മയദാസ് പ്രഭു വളരെ നേതൃപരമായ പങ്ക് വഹിച്ചിരുന്നു. 10,000-കണക്കിന് ഹിന്ദുക്കളാണ് ചിറ്റഗോങ്ങിലും അതേപോലെ ധാക്കയിലും മറ്റും തടിച്ചുകൂടിയത്. ജമാഅത്തെ ഇസ്ലാമിയുടെയും ബംഗ്ലാദേശ് സർക്കാരിന്റെയും ജനാധിപത്യ വിരുദ്ധമായ, ന്യൂനപക്ഷ വിരുദ്ധമായ മതമൗലികവാദത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന അക്രമങ്ങൾ, അവരുടെ ക്ഷേത്രങ്ങൾ തകർത്തുന്നതിനെതിരെ, അവരുടെ സ്ത്രീകളെ മാനഭംഗം ചെയ്യുന്നതിനെതിരെ, അവരുടെ പുരുഷന്മാരെ കൊല്ലാക്കൊല ചെയ്യുന്നതിനെതിരെ ഒക്കെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അത് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു.
ഇത് ബംഗ്ലാദേശിലെ ഭരണകൂടത്തിന് വലിയ തോതിൽ ആ, ദേശീയ തലത്തിൽ മാത്രമല്ല, ബംഗ്ലാദേശിൽ മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ ഈ പ്രതിഷേധങ്ങൾ ബംഗ്ലാദേശിനെ വല്ലാതെ ഒറ്റപ്പെടുത്തിയ സാഹചര്യം ഉണ്ടായി. അപ്പോൾ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ബംഗ്ലാദേശിന്റെ മുഖം വികൃതമാക്കപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും അതിനൊക്കെ ഉത്തരവാദികളായിട്ടുള്ളവര് അത് ഹിന്ദുക്കളാണെന്നും അതിന് നേതൃത്വം കൊടുക്കുന്നത് ചിന്മയാദാസ് പ്രഭുവാണെന്നും ഉള്ള ആ തരത്തിലുള്ള ഒരു കണ്ടെത്തൽ ബംഗ്ലാദേശ് സർക്കാർ നടത്തുകയും ജമാഅത്തെ ഇസ്ലാമി ആ നിലയ്ക്ക് ഈ പ്രതിഷേധങ്ങളൊക്കെ രാഷ്ട്രവിരുദ്ധ പ്രതിഷേധങ്ങളാണ്, ബംഗ്ലാദേശിനെതിരായിട്ടുള്ള പ്രതികരണങ്ങളാണ്, ബംഗ്ലാദേശിന്റെ ദേശീയ പതാകയെ അപമാനിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചു എന്നൊക്കെയുള്ള വ്യാജ ആരോപണങ്ങൾ, കള്ളപ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് അതിന്റെ പേരിലാണ് ഈ ചിന്മയാദാസ് പ്രഭുവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത്. ഞാൻ മനസ്സിലാക്കുന്നത് പോലീസ് അദ്ദേഹത്തെ ഡീറ്റെയിൻ ചെയ്യാൻ ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും കോടതി അദ്ദേഹത്തിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടുകയാണ് ചെയ്തത്. ഇത് വലിയ തോതിൽ ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടിയാണ്. ഒരു മത പോലീസ്, ഒരു മത ഭരണകൂടത്തിന്റെ കീഴിൽ, ഒരു മത പോലീസിന്റെ നിയന്ത്രണത്തിലുള്ള ബംഗ്ലാദേശിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നീതി കിട്ടും എന്ന പ്രതീക്ഷയൊന്നും എനിക്കില്ല. ഇവിടെ ലോക സമൂഹം ബംഗ്ലാദേശിലെ ഹൈന്ദവ സമൂഹത്തിനെ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ ഇറങ്ങുക, രംഗത്ത് വരിക എന്നുള്ളതാണ് ലോകത്തിന് ചെയ്യാനുള്ളത്. പ്രത്യേകിച്ച് ഇന്ത്യക്ക് വലിയൊരു പങ്ക് നിർവഹിക്കാറുണ്ട് ഈ കാര്യത്തിൽ. ബംഗ്ലാദേശിലെ ഹൈന്ദവ സമൂഹത്തെ സുരക്ഷിതമായ രീതിയിൽ അവർക്ക് അവിടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതിൽ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിന് വലിയ തോതിൽ പങ്കുവഹിക്കാനുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ശ്രീമാൻ നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കന്മാര് ഈ കാര്യത്തിൽ ഇടപെടുകയും അദ്ദേഹത്തിന്റെ അറസ്റ്റിനെ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ മോചിപ്പിക്കാൻ വേണ്ട നടപടികൾ എടുക്കാൻ ബംഗ്ലാദേശിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ലോകത്തു നിന്ന് അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉയർന്നു വരണം. ഇവിടെ നമുക്കറിയാം, ബംഗ്ലാദേശിൽ ഇപ്പൊ ന്യൂനപക്ഷങ്ങൾ, ഇവിടെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ, ഭാരതത്തിൽ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷത്തിന് ഇല്ലാത്ത അവകാശങ്ങൾ അനുഭവിക്കുന്നവരാണ് ഭാരതത്തിലെ ന്യൂനപക്ഷ സമൂഹം. ഭൂരിപക്ഷത്തിന് ഇല്ലാത്ത ഒട്ടനവധി ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഒക്കെ അനുഭവിക്കുകയും ഭരണഘടനയിൽ അത് ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുള്ള ഒരു ഭാരതം ആണ് നമ്മുടേത്, ഒരു നാടാണ് നമ്മുടേത്. എന്നാൽ ബംഗ്ലാദേശിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അവര് മൃഗസമാനമായ രീതിയിൽ അവരുടെ പൗരാവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്നു, മനുഷ്യാവകാശങ്ങൾ പിച്ചു ചീന്തപ്പെടുന്നു, സ്ത്രീകളും കുട്ടികളും അടക്കം തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. ഈ നിലയ്ക്കുള്ള അക്രമങ്ങളൊക്കെ നടക്കുമ്പോൾ ലോക സമൂഹം അത് കയ്യും കെട്ടി നോക്കിയിരിക്കുന്നത് അത് UN അടക്കമായാലും യുണൈറ്റഡ് നാഷൻസ് അടക്കം, യുണൈറ്റഡ് നാഷൻസിന്റെ ഒക്കെ നിഷ്പക്ഷതയിൽ പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. യുണൈറ്റഡ് നാഷൻസ് ആരുടെ അജണ്ടയ്ക്ക് അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പലപ്പോഴും ഇപ്പൊ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിന്റെ ഒക്കെ സമയത്ത് നമുക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. ഏകപക്ഷീയമായ രീതിയിൽ ഇസ്ലാമിക പക്ഷത്ത് നിന്നുകൊണ്ടാണ് യുണൈറ്റഡ് നാഷൻസ് ഒക്കെ പലപ്പോഴും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത്. ബംഗ്ലാദേശിലെ ഈ ന്യൂനപക്ഷങ്ങളുടെ, അവിടുത്തെ പാവപ്പെട്ട ഹിന്ദുക്കളുടെ പ്രശ്നങ്ങൾ കാണാനോ അതിനോട് പ്രതികരിക്കാനോ അതിനെതിരെ ശക്തമായി ബംഗ്ലാദേശിൽ ഇടപെടാനോ യുണൈറ്റഡ് നാഷൻസ് പോലുള്ള ഒരു സംവിധാനവും നമ്മുടെ ലോകത്ത് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ഒക്കെ പേരിന് ചില ആളുകൾക്ക് സ്ഥാനം അലങ്കരിക്കാനുള്ള, പദവികൾ അലങ്കരിക്കാനുള്ള ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് മാത്രമാണ് യുണൈറ്റഡ് നാഷൻസ് നിലനിൽക്കുന്നത് എന്ന് പലപ്പോഴും നമുക്കൊക്കെ തോന്നുന്ന തരത്തിലാണ് യുണൈറ്റഡ് നാഷൻസിന്റെ ഒക്കെ ഇടപെടൽ. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഭാരതത്തിനും അതേപോലുള്ള സമാനമായി ചിന്തിക്കുന്ന രാജ്യങ്ങളും ശക്തമായി ബംഗ്ലാദേശിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ബംഗ്ലാദേശ് വേണ്ടി വന്നാൽ ഒരു സർജിക്കൽ സ്ട്രൈക്കിന് ഭാരതം തയ്യാറാവേണ്ടി വരും. അതിന് ബംഗ്ലാദേശ് പോലുള്ള ഒരു രാജ്യത്തിന് അത്തരത്തിലുള്ള ഒരു വാർണിംഗ് കൊടുക്കേണ്ടത് അനിവാര്യമായിരിക്കുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്നാണ് തുടക്കത്തിൽ അനിൽ നമ്പ്യാർ ഈ വിഷയത്തിൽ ഞാൻ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നു. യെസ് ഡോക്ടർ ഒമ, ബംഗ്ലാദേശിലെ ഈ കിരാത നടപടി എങ്ങനെ നോക്കിക്കാണുന്നു? പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്തുന്ന സമീപനം, അതിന് നേതൃത്വം നൽകുന്നവരെ ജയിലിലടയ്ക്കുന്നു. ഒന്നാമതായിട്ട് പറയാനുള്ളത്, നമ്മൾ ബംഗ്ലാദേശിൽ നിന്ന് പലതരത്തിലുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. അത് ഏതൊക്കെ വാർത്തകളാണ് എത്രത്തോളം റിലയബിൾ ആണെന്ന് എനിക്ക് സംശയമുണ്ട്. ഗോവിന്ദ് പ്രമാണിക് എന്ന അറിയപ്പെടുന്ന അവിടുത്തെ ഹിന്ദു ജോഡ നേതാവ് ഈ അടുത്ത് പറഞ്ഞത്, ഇന്ത്യൻ മാധ്യമങ്ങളെയാണ് അദ്ദേഹം ശക്തിയായി വിമർശിച്ചത്. അദ്ദേഹം പറഞ്ഞു, ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് പ്രശ്നമില്ല എന്ന് പറയുന്നത് ശരിയല്ല, പ്രശ്നങ്ങളുണ്ട്, അവർ ഭീതിയുടെ അന്തരീക്ഷത്തിലാണ്. പക്ഷേ ആ ഭീതി ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് മാത്രമല്ല, അവിടെ അവാമി ലീഗിനെ പിന്തുണച്ച മുസ്ലിങ്ങൾക്കടക്കം ഭീതിയുണ്ട്.
അവിടെ നടന്ന പല കലാപങ്ങളും യഥാർത്ഥത്തിൽ ഹിന്ദു വിരുദ്ധ കലാപമായിരുന്നില്ല. ഞാൻ പറയുന്നത് എൻ്റെ വാചകമല്ല, ഗോവിന്ദ് പ്രമാണിക്കിന്റെ വാചകമാണ്. അവിടെ ഹിന്ദു വിരുദ്ധ കലാപമായിരുന്നില്ല നടന്നിരുന്നത്, മറിച്ച് ഹസീനയെ പിന്തുണച്ചിരുന്ന ആളുകൾ, ആ കക്ഷികൾക്കെതിരെയുള്ള കലാപങ്ങൾ, അക്രമങ്ങൾ നടക്കാൻ പാടില്ല. അത് പക്ഷെ നടന്നു. പക്ഷേ ഇവിടെ ഇന്ത്യൻ മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും റിപ്പബ്ലിക് TV പോലുള്ള തീവ്ര വലതുപക്ഷ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലുള്ള ഒന്നും നടക്കുന്നില്ല എന്ന് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി സാധാരണ എപ്പോഴും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അവരുടെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ആരും അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്ര വളരെ ഇഷ്ടപ്പെടുന്ന ആളുമല്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി നേതാവ് ഷഫീഖുർ റഹ്മാൻ അടക്കം ക്ഷേത്രങ്ങൾക്കും മറ്റും സംരക്ഷണം നൽകാമെന്ന് പറഞ്ഞ വാർത്ത ഇന്ത്യ ടുഡേ അടക്കം ഉദ്ധരിക്കുന്നുണ്ട്. പക്ഷേ ഈ സന്ദർഭത്തിൽ അന്തരീക്ഷം കലുഷ്യമാക്കാനോ, ഇപ്പൊ ഇതിനെപ്പറ്റി നമുക്ക് ഞാനോ ശ്രീ RV ബാബുവോ ശ്രീ അനിൽ നമ്പ്യാറോ ഒന്നും അവിടുത്തെ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നേരിട്ട് അറിയാനുള്ള മാർഗ്ഗമില്ല. നമുക്കൊക്കെ ഉള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളാണ്. ഇതിൽ തന്നെ ഏറ്റവും ഡിപ്പെൻഡബിൾ ആയ മാധ്യമം എന്ന് പറയുന്നത് ലോകാടിസ്ഥാനത്തിൽ BBC വെരിഫൈ ആണ്. അപ്പോൾ BBC വെരിഫൈയിൽ ഞാൻ ഈ വാർത്ത നോക്കി, ഇന്ന് അതിനുശേഷം മുമ്പ് നോക്കി. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് മോസ്റ്റ് ഓഫ് ദ റിപ്പോർട്ട്സ് ഓഫ് അറ്റാക്സ് ഓൺ ഹിന്ദുസ് could not be verified and were exaggerated എന്ന് പറഞ്ഞാൽ മിക്ക റിപ്പോർട്ടുകളും അവർക്ക് അതിന് നിജസ്ഥിതി ഉറപ്പുവരുത്താൻ കഴിഞ്ഞില്ല, മാത്രമല്ല അതിശയോക്തി ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വർഗീയത എന്ന് പറഞ്ഞാൽ ഒരുതരം വൈറസാണ്. അത് കോവിഡ് വൈറസിന് പോലെ അതിന് അതിരുകൾ അറിയില്ല. അത് ലോകത്ത് എവിടെ ഇൻജസ്റ്റിസ് ഉണ്ടെങ്കിൽ ആ ഇൻജസ്റ്റിസ് ലോകത്ത് എല്ലാവരോടുള്ള ഇൻജസ്റ്റിസ് ആണെന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹിന്ദുക്കളെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ്. കാരണം എൻ്റെ ഏറ്റവും നല്ല അടുത്ത സുഹൃത്തുക്കൾ, എൻ്റെ ഏറ്റവും നല്ല വിദ്യാർത്ഥികൾ, എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആളുകൾ ഹിന്ദുക്കളാണ്. ഹിന്ദുക്കൾ എന്നല്ല, ലോകത്ത് ഏത് രാജ്യത്തും ഏത് ന്യൂനപക്ഷത്തിനും എതിരെ നടക്കുന്ന ആക്രമണത്തിൽ നമ്മൾ നഖശിക്കാതെ എതിർക്കണം. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് സുരക്ഷിതത്വം ഇല്ലെങ്കിൽ ആ സുരക്ഷിതത്വം ഇല്ലായ്മ ആ രാജ്യത്തിന്റെ തകരാറാണ്, ആ രാജ്യത്തിന്റെ സംവിധാനത്തിന്റെ തകരാറ്. അതിന് പിന്നിൽ ആരാണെങ്കിലും അവരെ അമർച്ച ചെയ്യേണ്ടതുണ്ട്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ അടുത്ത കാലത്ത് ബംഗ്ലാദേശിനോടൊപ്പമാണ് ഇന്ത്യയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ന്യൂനപക്ഷ അവകാശങ്ങളുടെ കാര്യത്തിൽ എന്നാണ് പടിഞ്ഞാറൻ പഠനങ്ങൾ തെളിയിക്കുന്നത്. ബ്രിട്ടീഷ് ഹൗസ് ഓഫ് ലോർഡ്സിൽ ഈ അടുത്ത് കൊടുത്ത ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം ബംഗ്ലാദേശിന്റെയും പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും കൂടെയാണ്. ഈ രാജ്യങ്ങളിലൊന്നും തന്നെ വേണ്ടത്ര മതസ്വാതന്ത്ര്യമില്ല. ലോകത്തെ ഏറ്റവും മതസ്വാതന്ത്ര്യമുള്ള രാജ്യങ്ങളെ അവർ നിരത്തുന്നുണ്ട്. അതിൽ കാനഡ, അതുപോലെ തന്നെ UK, ന്യൂസിലാൻഡ്, നോർവേ തുടങ്ങിയ രാജ്യങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ എന്ത് പറയുന്നത്, ഞാൻ നേരത്തെ ശ്രീ RV ബാബു പറഞ്ഞു അതുപോലെ കിരാതമായി നടക്കുന്നുണ്ട്. അത് നടക്കുന്നുണ്ടെങ്കിൽ എതിർക്കണം, അതിനെ എതിർത്ത് തോൽപ്പിക്കണം. പക്ഷേ നമ്മൾ പറയേണ്ടത് എന്താ പറയുണ്ടെങ്കിൽ, നമ്മൾ ഇവിടെ കേൾക്കുന്ന ഈ റിപ്പോർട്ടുകൾ ഇപ്പോൾ അവിടെ അവിടുത്തെ ഹിന്ദു ജാഗരൻ ജോട്ട് എന്നിട്ട് പറഞ്ഞ സംഘടനയുടെ പേര് ഗോവിന്ദ് പ്രമാണിക്, അദ്ദേഹം പറയുന്ന വീഡിയോ വേണമെങ്കിൽ ഞങ്ങൾക്ക് അയച്ചുതരാം. അദ്ദേഹം പറയാണ് ഇവിടെ മറ്റുള്ളവർക്ക് നേരെ ആക്രമണം നടന്നു. ഇവിടെ ആക്രമണം നടന്നതിൽ 400 അതിലധികമോ ആളുകൾ മരിച്ചിട്ടുണ്ട്. അതിൽ 9 പേർ മാത്രമാണ് ഹിന്ദുക്കൾ എന്നാണ് BBC വെരിഫൈ അടക്കം പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന രൂപത്തിലുള്ള ആക്രമണം അവിടെ നടക്കുന്നുണ്ടോ ഒന്നാമത് ഉറപ്പുവരുത്തണം. നടക്കുന്നുണ്ടെങ്കിൽ അതിനെ ശക്തിയായിട്ട് അമർച്ച ചെയ്യാൻ ബംഗ്ലാദേശ് സർക്കാർ മുതിരണം. ഇല്ലെങ്കിൽ നമ്മൾ തീർച്ചയായും ഇന്ത്യ ഗവൺമെന്റ് അതിനെ ശക്തി പ്രയോഗിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടാൻ പറ്റുമോ മറ്റോ നമ്മൾ ചോദിക്കാറുണ്ട്. ഇന്ത്യ രാജ്യത്ത് ഇപ്പൊ ഇന്നലെ ഒരു സമാധാനപരമായി പ്രകടനം നടത്തിയ അവിടെ ഈദ്ഗാഹ് സർവേ നടത്താൻ വന്ന ഉദ്യോഗസ്ഥന്മാർ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ടാണ് അവിടെ കിടന്നതെന്ന് പറയുന്നത്. പോലീസ് അവിടെ തോക്ക് ഉപയോഗിക്കുന്നതിന്റെ വീഡിയോ സഹിതമുള്ള ചിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അവിടെ 4 പേരെയാണ് വെടിവെച്ചത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ബംഗ്ലാദേശിൽ ഈ പ്രതിഷേധവും നടന്നപ്പോൾ ആരെയും വെടിവെച്ച് കൊന്നിട്ടില്ല. അപ്പോൾ ഇന്ത്യയോ ബംഗ്ലാദേശിലോ കൂടുതൽ മതസ്വാതന്ത്ര്യം എന്ന് ചോദ്യം ചോദിച്ചാൽ ഞാൻ എപ്പോഴും ഇന്ത്യയിൽ നിന്നേ പറയുള്ളൂ. പക്ഷേ ഈ ചോദ്യം അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ ഉണ്ട്. മാത്രമല്ല ഈ 4 പേർ വധിക്കപ്പെട്ടു മാത്രമല്ല, ഇന്ത്യയിൽ എത്രയോ മുസ്ലിം നേതാക്കൾ അവർ പല അവകാശങ്ങൾക്കും വേണ്ടി സമാധാനപരമായി പ്രതിഷേധിച്ചതിന്റെ ഫലമായി എത്രത്തോളം എന്ന് പറഞ്ഞാൽ ജാമിയ മില്ലിയയിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചപ്പോൾ അവരെ ലൈബ്രറിയിൽ പോയി അടിക്കുക പോലുമാണ് ചെയ്തത്. അന്ന് MK നാരായണൻ മുൻ ഇന്ത്യയുടെ CBIയുടെ ഒക്കെ ചീഫായ ആൾ ചോദിച്ചത് ഹൗ മച്ച് ടു മച്ച് പ്രഷർ കനോട്ട് ബി അപ്ലൈഡ് ഇസ് ട്രൂ ബട്ട് ഹൗ മച്ച് ഇസ് ടു മച്ച് എന്ന് ചോദിച്ചത്. എന്നാൽ വിദ്യാർത്ഥികളെ ലോകത്തൊരു രാജ്യത്തും നടക്കുന്നില്ല. ടിയാൻമൻ സ്ക്വയറിൽ പോലും ആ വിദ്യാർത്ഥികൾ അവര് ലൈബ്രറിയിലേക്ക് പോയപ്പോൾ, കോളേജിലേക്ക് പോയപ്പോൾ അവരെ വെടിവെക്കുന്നത് നിൽക്കുകയാണ് ചെയ്തത്. പക്ഷെ ഈ രൂപത്തിലുള്ള സ്വാതന്ത്ര്യ നിരാസങ്ങൾ, സ്വാതന്ത്ര്യ ലംഘനങ്ങൾ, സ്വാതന്ത്ര്യ നിഗ്രഹങ്ങൾ ഇന്ത്യയിലും നടക്കുന്നു എന്നാണ് ലോക സമൂഹം പറയുന്നത്. ലോകത്ത് ഒരു ജനതയുടെ അവരുടെ നിലവാരം അളക്കാൻ, അവരുടെ സാംസ്കാരിക നിലവാരം അളക്കാൻ, അവരുടെ പ്രബുദ്ധത അളക്കാൻ, അവരവിടുത്തെ ന്യൂനപക്ഷങ്ങളോട് എങ്ങനെ പെരുമാറണം എന്ന് നോക്കിയാൽ മതി. നമ്മൾ ഇന്ത്യയെ കണ്ടുകൊണ്ട് ബംഗ്ലാദേശ് പഠിക്കൂ, ഇന്ത്യയിൽ എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളോട് പെരുമാറുന്നത്, അതുപോലെ തന്നെ ബംഗ്ലാദേശ് ആവണമെന്ന് പറയാനാണ് ഒരു ഇന്ത്യക്കാരൻ നിലയ്ക്ക് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. മാത്രമല്ല അന്താരാഷ്ട്ര ലെവലിലുള്ള പല റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി പറയുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി തന്നെ ഞാൻ ഇന്ത്യ ടുഡേയിൽ വന്ന ഒരു വാർത്ത അനുസരിച്ച് പറയുകയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സമുന്നത നേതാക്കൾ ഷഫീഖുർ റഹ്മാൻ അടക്കമുള്ള അവരുടെ അമീർ അടക്കമുള്ള ആളുകൾ ക്ഷേത്രങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്നു പറഞ്ഞു. മാത്രമല്ല അവരുടെ യുവാക്കൾ ക്ഷേത്രങ്ങളുടെ മുമ്പിൽ കാവലിരുന്നു. ഇന്ത്യയിലെ RSS ഇവിടുത്തെ പള്ളികൾക്ക് കാവലിരിക്കുന്ന ഒരു ഇന്ത്യയാണ് ഞാൻ സ്വപ്നം കാണുന്നത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇവിടുത്തെ ക്ഷേത്രങ്ങൾക്കും കാവലിരിക്കുന്ന ഒരു ഇന്ത്യയാണ് ഞാൻ സ്വപ്നം കാണുന്നത്. ഒരു ബംഗ്ലാദേശിയാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അങ്ങനത്തെ ഒരു മ്യൂച്വൽ ടോളറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കഴിയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു വർഗീയത ഒരുതരം കോവിഡ് വൈറസിന് പോലെയാണ്. ഇന്ത്യയിലുള്ള വർഗീയത അല്ലെങ്കിൽ ബംഗ്ലാദേശിലുള്ള വർഗീയത തിരിച്ചു അങ്ങോട്ടും കൊണ്ടൊക്കെ പോകും. ഇതിന് ഫസ്റ്റ് ക്ലാസ്സിൽ മാത്രമല്ല ഇതിന് സഞ്ചരിക്കാൻ പറ്റുക. ഇതിന് എക്കണോമിക് ക്ലാസ്സിൽ ഒരു ക്ലാസ് ഇല്ലാതെയും സഞ്ചരിക്കാൻ കഴിയും. അപ്പോൾ ഇന്ന് ബംഗ്ലാദേശിൽ ഈ പറയുന്ന കലാപങ്ങൾ ഹിന്ദുക്കൾക്ക്
സാമൂഹികതയിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് ശക്തിയായി എതിർക്കേണ്ടതാണ്. പിന്നീട് ഇത് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ വക്താവിനെയാണ് ഇന്ന് അറസ്റ്റ് ചെയ്തത്. ആ അറസ്റ്റ് ചെയ്യാൻ അവർ പറഞ്ഞിരിക്കുന്ന കാരണം എന്താണ്? ബംഗ്ലാദേശ് ദേശീയ പതാകക്ക് മുകളിൽ കാവിക്കൊടി പറത്തി എന്നുള്ളതാണ്. അതൊക്കെ ഒരു കാരണമായിട്ട് ചിലപ്പോൾ ഉണ്ടാക്കുന്നിരിക്കും. പക്ഷേ നമ്മുടെ നാട്ടിലും ചില ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ വൈകാരിക ഗുണമുണ്ട്. എന്നെ സംബന്ധിച്ചോളം ത്രിവർണ്ണം പതാക എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാവിൻ്റെ ഭാഗമാണ്, എൻ്റെ സ്വത്വത്തിൻ്റെ ഭാഗമാണ്, എൻ്റെ എല്ലാമാണ്. പക്ഷെ ആരെങ്കിലും ഒരു സ്കൂൾ കുട്ടി ചിലപ്പം കെട്ടുമ്പോൾ അതൊന്ന് താഴോട്ടായി പോയതിൻ്റെ പേരിലൊക്കെ വലിയ വിഷയങ്ങളാക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അത്തരം ആളുകളൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മളുടെ ഒരു സമൂഹം എത്ര സഹിഷ്ണുത കാണിക്കുന്നത്, അത് പ്രത്യേകിച്ച് അവിടുത്തെ ന്യൂനപക്ഷങ്ങളോട് എത്ര സഹിഷ്ണുത കാണിക്കുന്നു എന്നായിരിക്കണം ഒരു രാജ്യത്തിൻ്റെ എല്ലാ നിലക്കുള്ള സാമൂഹികമായ ഒരു ഇൻഡെക്സ് നമ്മൾ സൂചിപ്പിക്കുകയാണെങ്കിൽ അക്കാര്യത്തിൽ ഇന്ത്യ താഴോട്ട് പോകുന്നു എന്നാണ് ലോക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കമ്മീഷൻ ഫോർ ഇന്റർനാഷണൽ റിലീജിയസ് ടോളറൻസിൽ ഇന്ത്യയുടെ റാങ്ക് അവസാന 8-ലാണ്. വളരെ ഡേഞ്ചറസ് ആയ റെഡ് സോണിലേക്ക് വീണ്ടുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ എന്നാണ്. അപ്പോൾ നമ്മൾ പറയേണ്ടത് ഉപഭൂഖണ്ഡത്തിന് ഇന്ത്യ മാതൃകയാവണം. തീർച്ചയായും നേരത്തെ RV ബാബു പറഞ്ഞു, പ്രധാനമന്ത്രി ഇടപെടാനാണ് വേണ്ടത്. പക്ഷേ അപ്പോൾ മറ്റുള്ള രാജ്യങ്ങൾ അവർ നമ്മളത്ര ശക്തിയില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ അവരും ചിലപ്പോൾ നമ്മുടെ രാജ്യത്തിൽ ഇടപെടുമ്പോൾ നമ്മൾ ഉച്ചത്തിൽ കൂവും, നമ്മൾ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നത്. അത് പറയുന്നതിനുള്ള ധാർമ്മികമായ ഒറ്റ കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ബംഗ്ലാദേശിൽ 29% ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴത് 7% കുറഞ്ഞു. അതെങ്ങനെ സംഭവിച്ചു? അത് ശ്രീ അനിൽ പറഞ്ഞ കണക്ക് ഞാൻ കണ്ട കണക്കനുസരിച്ച് 22% 1971 ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 8% എന്നാണ് ഞാൻ കണ്ടത്. അത് ഹിന്ദുക്കളോട് അവിടെയുള്ള അസഹിഷ്ണുത മൂലമാണെങ്കിൽ ബംഗ്ലാദേശിനെ ശക്തി എതിർക്കേണ്ടതുണ്ട്. അതേ അവസരത്തിൽ കൂടുതൽ പ്രോസ്പറസ് ആയ കൂടുതൽ സമ്പന്നമായ ഒരു രാജ്യം ഇവിടെ ഉണ്ടാകുമ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ മാത്രമായിരുന്നില്ല ഒരു കാലത്ത് ഇന്ത്യയിലേക്ക് മുറിച്ചു കടന്നിരുന്നത്, ബംഗ്ലാദേശിലെ മുസ്ലിങ്ങളുമായിരുന്നു. അത് കാരണം ബംഗ്ലാദേശിനേക്കാൾ അധികം മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ഉണ്ടായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു പ്രോസ്പറസ് ആയ രാജ്യം അപ്പുറത്തുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് വികസിതമായ ഒരു രാജ്യം അപ്പുറത്തുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങോട്ടേക്ക് വരും. എത്രത്തോളം എന്നാൽ നമ്മൾ ബംഗാളികൾ നമ്മുടെ നാട്ടിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അവർ ആരുണ്ടെങ്കിലും, അവർ മുസ്ലിങ്ങളാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും, നിങ്ങൾ ബംഗ്ലാദേശുകാരാണോ എന്നൊന്ന് ചോദിച്ചു നോക്കൂ. അവർക്ക് ആ ചോദ്യം ഏറ്റവും വെറുപ്പോട് കൂടിയാണ് ഇതിനെ സമീപിക്കുന്നത്. കാരണം ഇന്ത്യ കൂടുതൽ പ്രോസ്പറസ് ആയ, കൂടുതൽ വികസിതമായ, കൂടുതൽ വിദ്യാഭ്യാസ സൗകര്യങ്ങളുള്ള ഒരു രാജ്യമാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിലേക്ക് വരുന്ന ഹിന്ദു സഹോദരന്മാരെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്, സ്വീകരിക്കുകയും വേണം. അവർ സ്വീകരിക്കപ്പെടേണ്ട ആളുകളാണ്. അപ്പോൾ അങ്ങനെ സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ പോപ്പുലേഷൻ കുറയാൻ സാധ്യത. അങ്ങനെയാണ് അത് കുറഞ്ഞെങ്കിൽ ഞാൻ അതിനെ കുറ്റം പറയുന്നില്ല. അതേ അവസരത്തിൽ അവിടെ ഹിന്ദുക്കൾക്ക് നേരെ പീഡനം നടക്കുന്നുണ്ടെങ്കിൽ, അവിടെ ഹിന്ദു ക്ഷേത്രങ്ങളെ ധ്വംസിക്കുന്നുണ്ടെങ്കിൽ, അവിടെ ഹിന്ദു ന്യൂനപക്ഷങ്ങളെ ആരെങ്കിലും ആക്രമിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ നയത്തിന്റെ ഭാഗമാണെങ്കിൽ അതിനെ ശക്തിയായി എതിർക്കണം. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ മുസ്ലിങ്ങൾ ഞാൻ കേട്ടത്. അതുപോലെ ഹിന്ദുക്കളെ കൊന്ന് കെട്ടിത്തൂങ്ങിയ ദൃശ്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അത് ഈ മാധ്യമത്തിലൂടെ കാണിക്കാൻ ആവില്ല, നിസ്സഹായ അവസ്ഥയിലാണ്, അതുകൊണ്ട് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. നിരവധി ദൃശ്യങ്ങൾ നമ്മുടെ ഉറക്കം കെടുത്തുന്നു. അതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. ഇപ്പോൾ BBC ഉദ്ധരിച്ചു എന്ന് പറയുന്നു. BBC-യുടെ നിലപാട് അത് സംശുദ്ധമാണ് എന്ന് ഞാൻ കരുതുന്നില്ല കേട്ടോ. BBC-യുടെ നിലപാട് നല്ല ജനൻ TV, ലോകത്ത് ഒരു ടെലിവിഷൻ ചാനലിന്റെയും നിലപാട് തന്നെ പൂർണ്ണമായും സംശുദ്ധമല്ല. നമ്മളൊന്നും കുട്ടികളുടെ നിഷ്കളങ്കത എന്ന് നമ്മൾ പറയുന്നു, കുട്ടികളുടെ പോലും നിഷ്കളങ്കത അല്ല എന്ന് പറയുന്നത്. പക്ഷേ BBC വെരിഫൈ പല കാര്യങ്ങളും ലോകം ആശ്രയിക്കുന്ന ഒരു ചാനലാണ്. അവരാണ് പറഞ്ഞിരിക്കുന്നത് ദ റിപ്പോർട്ട്സ് ആർ എക്സാജറേറ്റഡ് ആൻഡ് അൺവെരിഫയബിൾ എന്നാണ് ഈ വാക്കുപ്പിച്ചത്. മാത്രമല്ല, നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ അത്തരത്തിലുള്ള ദൃശ്യങ്ങളുണ്ട്. ഇന്ത്യയിലടക്കം മുസ്ലിങ്ങളെ കൊന്നതിന്റെ എത്ര ദൃശ്യങ്ങളുണ്ട്? ഈ അടുത്ത കാലത്ത് അഖ്ലാഖ് പോലുള്ള ആളുകളെ പിന്നെ വെറുതെ ഈ പശു കടത്തി എന്ന് പറഞ്ഞുകൊണ്ട് അവർ പലപ്പോഴും പശുവിനെ കടത്തിയത് പശുക്കളെ വളർത്താനായിരുന്നു. അവർ പിന്നെ ക്ഷീര കർഷകരായിരുന്നു. പശു കടത്തി എന്ന് പറഞ്ഞുകൊണ്ട് എത്ര ആളുകളെ കൊന്നു കെട്ടിത്തൂക്കിയ സംഭവങ്ങൾ ഇന്ത്യയിലുണ്ടായി. അതൊക്കെ കാണാൻ നല്ല ദൃശ്യങ്ങളാണോ? ഞാൻ പറയുന്നത് ലോകത്ത് എവിടെ അവിടെ ഹിന്ദു ഒരാളെ ഉള്ളെങ്കിൽ പോലും ആ ഹിന്ദുവിന്റെ ജീവൻ സംരക്ഷിക്കേണ്ടതുണ്ട്. ഇവിടെ മുസ്ലിം ഒരാളെ ഉള്ളെങ്കിലും ആ മുസ്ലിമിന്റെ ജീവൻ സംരക്ഷിക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ചുള്ള മനുഷ്യജീവൻ പാവനമാണ്. അതിനെ ആര് എന്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിലോ മറ്റെന്തിന്റെ പേരിലോ ആക്രമിക്കുന്നതിനെ, ധ്വംസിക്കുന്നതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. ഹിംസ അത് അവിടെ നിങ്ങൾ ദൃശ്യങ്ങൾ കാണിക്കാതിരിക്കാൻ ഒരു നിലക്ക് നല്ലത്. പക്ഷേ അതേ അവസരത്തിൽ ഞാൻ പറയുന്നു, അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ഇവിടെ നിന്നും കിട്ടുന്നുണ്ട്. ഇവിടെ ഗർഭിണിയായ സ്ത്രീയുടെ വയറ് കുത്തിക്കീറി അതിൽ ഗർഭസ്ഥ ശിശുവിനെ കൊന്ന സംഭവം ഉണ്ടായി. ഇവിടെ ഒരാള് ഗുജറാത്ത് കലാപവേളയിൽ ഡാഡി എന്ന് വിളിച്ചതുകൊണ്ട് മാത്രം രക്ഷപ്പെടുകയും മറ്റൊരാൾ അബ്ബ എന്ന് വിളിച്ചതുകൊണ്ട് കൊല്ലപ്പെടുകയും ചെയ്ത സംഭവം ഇന്ത്യയിലുണ്ടായി. അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉപഭൂഖണ്ഡത്തിൽ മൊത്തം നടക്കുമ്പോൾ ഉപഭൂഖണ്ഡത്തെ മൊത്തം ബാധിച്ചിരിക്കുന്ന ഒരു വൈറസ് ആണ് വർഗീയതെന്നും ആ വർഗീയത ഞാൻ നിങ്ങളടക്കമുള്ള ഒരു ശക്തിയായി നേരിടണമെന്ന് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ എന്നിൽ ഒരു വർഗീയത ഉണ്ടെങ്കിൽ ഞാൻ അതിനെ നേരിടണം. നമ്മളിത് വൈറസ് പോലെ പലപ്പോൾ നമ്മൾ കണ്ടില്ലെന്നോ. പക്ഷെ അനിൽ നമ്പ്യാറിൽ ഒരു വർഗീയതയുടെ വൈറസ് ഉണ്ടെങ്കിൽ അനിൽ നമ്പ്യാർ അതിനെ കൊല്ലണം. അത് നമ്മൾ ഓരോരുത്തരും ചെയ്താലേ അത് നടക്കുള്ളൂ. നമ്മൾ അറിയില്ല ചിലപ്പോൾ നമ്മളിൽ വൈറസ് ഉണ്ടോ. വൈറസ് ഉണ്ടെങ്കിൽ അത് കൊല്ലേ പറ്റുള്ളൂ. യെസ്, ഡോക്ടർ മോഹൻ വർഗീസ്, ഡോക്ടർ കുമാർ പറഞ്ഞതുപോലെ ഇത് എക്സാജറേറ്റഡ് ആണോ? അല്ല, ഒരു മിനിറ്റ് ഞാൻ വരാം താങ്കളിലേക്ക്. എക്സാജറേറ്റഡ് ആണോ എന്ന് കരുതുന്നുണ്ടോ? മാത്രമല്ല, ഇപ്പോൾ നോക്കൂ,
പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്തുന്ന ഒരു സമീപനം. ഇനിയിപ്പോൾ ഈ സ്വാമിയെ ജയിലിലടച്ചു, ഇനിയിപ്പോൾ അവിടെ ഏത് രീതിയിലായിരിക്കും അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യുക, ഇതൊന്നും നമുക്കറിയില്ല അല്ലേ. നമ്മുടെ മുന്നിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഊതിപ്പെരിപ്പിച്ച കണക്കുകൾ ആണോ ബംഗ്ലാദേശിൽ നിന്ന് വരുന്നത്? BBC റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് മാത്രം അത് ആണ് വസ്തുത എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമോ? ശ്രീ അനിൽ, ഇവിടെ ഊതിപ്പെരുപ്പിച്ച കണക്കുകളാണോ അതോ വസ്തുതാപരമായ കാര്യങ്ങളാണോ എന്നതിനെക്കുറിച്ച് രണ്ട് അഭിപ്രായങ്ങളുണ്ടാകും. നമ്മുടെ മുമ്പിലുള്ള ഒബ്ജക്റ്റീവ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഒരു ഹിന്ദു സന്യാസിയുടെ അറസ്റ്റാണ്. ഇസ്കോൺ ചുമതലയുള്ള സന്യാസിയുടെ അറസ്റ്റാണ്. അപ്പോൾ അവിടെ ആ ഒരു യാഥാർത്ഥ്യം നിൽക്കുന്നു. അതിന് ഉപോത്ബലകമായ കാരണങ്ങൾ ഒരു പക്ഷേ ഡിബേറ്റബിൾ ആയിരിക്കാം. പക്ഷെ ഇവിടെ അറസ്റ്റ് നടന്നിരിക്കുന്നു. ഒരു വിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ വികാരം വ്രണപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഇതിനെ ഒരു ലാർജർ സ്കീമിൽ ഇതൊരൊറ്റപ്പെട്ട ഒരു സംഭവമായി തുച്ഛീകരിച്ച് കാണണോ അത് ഒരു ലാർജർ നറേറ്റീവിൻ്റെ ഭാഗമായി സംഭവിച്ച ഒരു കാര്യമാണോ? ഇവിടെ നോക്കൂ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ന് നമ്മുടെ ഭരണഘടന, ഭാരതത്തിൻ്റെ ഭരണഘടന അഡോപ്റ്റ് ചെയ്യപ്പെട്ടിട്ട് 75 സംവത്സരങ്ങളായിരിക്കുന്നു. സോ ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് ചോയ്സ് ആൻഡ് കൺവിക്ഷൻ. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷ റിപ്പബ്ലിക് എന്ന ഒരു കൺവിക്ഷനാണ്. ആ കൺവിക്ഷൻ യാതൊരു രീതിയിലുള്ള സ്ട്രക്ചറൽ വയലൻസും ഇല്ലാതെ നിയമവാഴ്ച അനുസ്യൂതം 75 വർഷം മുന്നോട്ട് പോയിരിക്കുന്നു. 75 സ്വാതന്ത്ര്യാനന്തരം 2 വർഷം കൂടെ കടന്നിരിക്കുന്നു. ഇവിടെ പാകിസ്ഥാൻ സൃഷ്ടിക്കപ്പെട്ടത് മറ്റൊരു നറേറ്റീവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇസ്ലാമിക റിപ്പബ്ലിക് പാകിസ്ഥാൻ, അതിൻ്റെ ഭാഗം കൂടിയായിരുന്നല്ലോ ബംഗ്ലാദേശ്. പക്ഷേ വേറിട്ടൊരു അസ്തിത്വം 71 മുതൽ ബംഗ്ലാദേശിന് ഉള്ളപ്പോൾ അവിടെ ബംഗാളി ദേശീയതയുടെ പ്രതിഫലനമായ ബംഗ്ലാദേശിലെ അവാമി ലീഗ്, അപ്പോൾ അവാമി ലീഗിൻ്റെ ഇപ്പോൾ ഇപ്പോഴത്തെ ഷെയ്ഖ് ഹസീനയുടെ പിതാവ് ഷെയ്ഖ് മുജിബുർ റഹ്മാൻ നേതൃത്വം നൽകിയ ഒരു റെസിസ്റ്റൻസ് മൂവ്മെൻറ്റ്, അതൊരു ഭരണകൂടമായി മാറി. എല്ലാവർക്കും ഒരു ബംഗാളി സ്പിരിറ്റ് ഉൾക്കൊള്ളുന്ന, കുറച്ച് മാന്യതയുള്ള, കുറച്ച് ന്യായമുള്ള, ന്യൂനപക്ഷങ്ങൾക്ക് ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടില്ലാത്ത ഒരു അന്തരീക്ഷം. അതാണല്ലോ പറഞ്ഞത്. ഇവിടെ 22 ബംഗ്ലാദേശ് വിഭജനത്തിന് മുൻപുള്ള കാലത്ത് 22% ഓഫ് ദി ബംഗ്ലാദേശി പോപ്പുലേഷൻ വാസ് ഹിന്ദു. അത് മൈനോറിറ്റി പോപ്പുലേഷനാണ്. 22%. അപ്പോൾ എനിക്ക് തെറ്റിയതാണ്. 22%. അപ്പോൾ 22% പോപ്പുലേഷൻ ഇന്ന് ക്രമാനുഗതമായി കുറഞ്ഞ് 8%, 7.89 എന്നാണ് കൃത്യമായ കണക്ക്. അപ്പോൾ ഈ 2022 ബംഗ്ലാദേശിലെ സെൻസസ് അനുസരിച്ച്. അപ്പോൾ അങ്ങനെ കുറയുന്നതിന് പല കാരണങ്ങളുണ്ടാകാം. മെച്ചപ്പെട്ട അവസരം, ഇവിടെ തന്നെ സൂചിപ്പിച്ചതുപോലെ മെച്ചപ്പെട്ട അവസരങ്ങൾ തേടി ബംഗ്ലാദേശിലെ ഹൈന്ദവരായ ആളുകളുടെ ഒരു ഭാഗം ഇന്ത്യയിലേക്ക് കുടിയേറിയിട്ടുണ്ടാവാം. അല്ല എങ്കിൽ ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് തുലവും പരിമിതമായിരിക്കാം, ഇസ്ലാമിക് റേറ്റ് ഓഫ് ഗ്രോത്ത് വളരെ കൂടിയിരിക്കാം. അങ്ങനെയും വ്യത്യാസം വരാം. പല കാരണങ്ങളാൽ 71 ശേഷമുള്ള ഇത്രയും വർഷങ്ങളിൽ ഒരു 5 പതിറ്റാണ്ട് കൊണ്ട് വളരെ വലിയ മാറ്റങ്ങളാണ് അവിടെ സംഭവിച്ചത്. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഇവിടെ ഈ ബംഗ്ലാദേശിൽ കഴിഞ്ഞ 2-3 മാസം മുൻപ് ഭരണമാറ്റം, ഓഗസ്റ്റ് മാസം ഒരു ഭരണമാറ്റം, ചേഞ്ച് ഓഫ് ഗാർഡ് ഉണ്ടായി. അത് ഷെയ്ഖ് ഹസീന നേതൃത്വം നൽകിയ ഭരണകൂടത്തെ ചില വിതിൻ കോഡ്സ് വൈദേശിക ശക്തികളുടെ പ്രേരണയാലോ സമ്മർദ്ദത്താലോ ആഭ്യന്തരമായി ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി, അതിൻ്റെ അണികൾ എല്ലാം ചേർന്ന് അട്ടിമറിക്കുന്നൊരു കാഴ്ചയാണ് കണ്ടത്. ഇവിടെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി തീർച്ചയായും നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെയോ ഭാരതീയ ജനതാ പാർട്ടി പോലെയോ അവിടുത്തെ ഒരു ദേശീയ കക്ഷിയാണ്. പക്ഷേ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു പക്ഷേ ജമായത്തെ ഇസ്ലാമിയോ അതിൻ്റെ സ്റ്റുഡൻറ്റ് വിങ്ങായ ഈ ഛാത്ര സഭയോ ഒക്കെ ആകാം. അത് സ്റ്റുഡൻസ് വിങ്സ് വളരെ വളരെ പ്രസക്തമാണ്. പലപ്പോഴും ഈ ഛത്രദൾ എന്ന് പറയുന്ന ഹൈലി മിലിറ്റൻ്റായ യൂത്ത് ഓർഗനൈസേഷൻ റാലികൾ, ഡെമോൺസ്ട്രേഷൻസ്, അതുപോലെയുള്ള വലിയ തോതിലുള്ള സമ്മർദ്ദങ്ങൾ, അത് സ്ട്രീറ്റ് ഫൈറ്റ് ഉൾപ്പെടെ ആസൂത്രണം ചെയ്യുകയും ഒരു കംപ്ലീറ്റ് അരാജകത്വത്തിലേക്ക് ബംഗ്ലാദേശ് നീങ്ങുകയും ചെയ്തപ്പോൾ അവിടെ അമേരിക്കയുടെ ഭരണകൂടത്തിന് താല്പര്യം അവിടെ എന്തായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിന് വൈദേശികമായ ഒരു പിന്തുണ ജമാഅത്തെ ഇസ്ലാമിക്കും അതിലൂടെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിക്കും ലഭിക്കുകയും അതിൻ്റെ ഫലമായി ഒരു ഇന്ത്യ അനുകൂലമെന്ന് പൊതുവെ കരുതപ്പെട്ടിരുന്ന ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂടം അട്ടിമറിക്കപ്പെട്ടു. ഷെയ്ഖ് ഹസീന അഭയം തേടി ഇന്ത്യയിലാണ് എത്തിയത്. അപ്പോൾ ഇവിടെ
പിന്നീട് നടന്നത് മുഴുവൻ ഏറ്റുമുട്ടലുകളുടെ ഒരു വലിയ പരമ്പരയാണ്. അതിന് നമ്മൾ ഈ മണിപ്പൂരിൽ സംഭവിച്ചതുപോലെ രണ്ട് രീതിയിൽ കാണാം. ഒന്നുകിൽ രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗിൻ്റെ പ്രവർത്തകരും ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ബീഗം ഖാലിദ സിയയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ബംഗ്ലാദേശി നാഷണൽ പാർട്ടി, ഈ BNPയുടെയും അവാമി ലീഗിൻ്റെയും അണികൾ തമ്മിലുള്ള ഉഗ്രമായ തെരുവ് യുദ്ധം. അവിടെ മതം ഒരു ഘടകമല്ല. പക്ഷേ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയോടൊപ്പമായിരുന്നു ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ ഹൈന്ദവ സമുദായത്തിൻ്റെ വലിയൊരു ഭാഗം. അത് പല കാരണങ്ങളാലാണ്. സ്വാഭാവികമായി പാർട്ടിയുടെ അംഗങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ അതിൽ ജീവൻ നഷ്ടപ്പെട്ടതിൽ ഹൈന്ദവരുമുണ്ട്, മുസൽമാനുമുണ്ട്. അതൊരു വസ്തുതയാണ്. പക്ഷേ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണം നടന്നു എന്നത് ഈ BBC കൊണ്ടുവന്നൊരു കെട്ടുകഥയല്ല. അതേക്കുറിച്ചുള്ള ജീവിക്കുന്ന ചിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതൊരു വസ്തുതയാണ്. അപ്പം ഇവിടെ എത്രത്തോളമാണ് ഒരു സ്റ്റേറ്റ് ഭരണഘടനാ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ പര്യാപ്തമായിരിക്കുന്നതെന്ന് നോക്കണം. ഇന്ത്യ ഈസ് ഏബിൾ ടു മെയിൻറ്റെയിൻ റൂൾ ഓഫ് ലോ ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്. ഇവിടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ബംഗ്ലാദേശിലുണ്ടായ അതിഭീമമായ മനുഷ്യാവകാശ ലംഘനം കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ ഉണ്ടായ ഭീമമായ രീതിയിലുള്ള മൈനോറിറ്റി പെർസിക്യൂഷൻ്റെ വലിയ റിപ്പോർട്ടുകളാണ് വെളിയിൽ വരുന്നത്. ചിലതെല്ലാം നിറം പിടിപ്പിച്ച കഥകളാണ്. ആ സാഹചര്യം ഒരുക്കി തീർത്തതിൽ ഇപ്പോഴത്തെ ഭരണാധികാരി മുഹമ്മദ് യൂനിസിന് കാര്യമായ പങ്കില്ല. പക്ഷേ അത് അടിച്ചമർത്തുന്നതിന്, കലാപം അടിച്ചമർത്തുന്നതിന്, ന്യൂനപക്ഷ വംശഹത്യ അടിച്ചമർത്തുന്നതിന് ബംഗ്ലാദേശി ഭരണകൂടത്തിന് കാര്യമായ ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ അമേരിക്കയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപ് എന്ന പ്രസിഡന്റ്, അദ്ദേഹം ചുമതല ഏറ്റെടുത്തിട്ടില്ല. ജനുവരി 20, 2025 ചുമതലയേറ്റെടുക്കും. അദ്ദേഹം പറഞ്ഞൊരു വലിയ കാര്യമുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിലാണ്, had I been the president or had I been in charge, this would not have happened. ഞാനായിരുന്നു അന്ന് അമേരിക്കൻ പ്രസിഡന്റെങ്കിൽ ഈ രീതിയിലുള്ള ആക്രമണം, ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടന്ന ആക്രമണം സംഭവിക്കാൻ അനുവദിക്കില്ലായിരുന്നു. അത് ഇറ്റ്സ് എ ഡിഗ് അറ്റ് ഹിസ് ഒപ്പോണന്റ്, അല്ലെങ്കിൽ കമലാ ഹാരിസിന് നേരെയോ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിന് നേരെയോ ജോ ബൈഡന് നേരെയോ ഉള്ള ഒരു ഡിഗ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ കരുതാം. പക്ഷേ അദ്ദേഹം പറഞ്ഞത് വെറുതെ പറയില്ലല്ലോ. ഒരു അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി തീർച്ചയായും ആരെയെങ്കിലും പ്രീണിപ്പിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് ദക്ഷിണേഷ്യയിൽ ബംഗ്ലാദേശിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽപ്പെടുന്നവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി മാത്രം അങ്ങനെ ഒരു പ്രസ്താവന നടത്തുമെന്ന് കരുതാനാവില്ല. ഇതിലൊരു സത്യമുണ്ട്. പക്ഷേ എത്രത്തോളമാണ് ഈ മരണസംഖ്യ ഊതിപ്പെരുപ്പിച്ചൊരു കണക്കാണോ എന്നതിനെക്കുറിച്ച് ആശങ്കയുമുണ്ട്. ഇനി നമ്മുടെ ഈ കാര്യത്തിലേക്ക് വരാൻ ചിന്മയ കൃഷ്ണദാസ്, ആ ഒരു ഇസ്കോൺ സന്യാസി, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഒരുപക്ഷെ ന്യൂനപക്ഷ പീഡനത്തിനെതിരെ സ്വല്പം ഉറക്കെ സംസാരിച്ച ഒരു കുറ്റം മാത്രമേ ഒരുപക്ഷെ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒരു കാരണം കണ്ടെത്താൻ, ഒരു സന്യാസിയെ അല്ലെങ്കിൽ സ്വാമിയെ അറസ്റ്റ് ചെയ്യാൻ ഒരു കാരണം കണ്ടെത്താൻ ഒരുപാട് കാരണങ്ങൾ കണ്ടെത്താം. അത് പണ്ട് ചെന്നായും ആടും തമ്മിൽ, ആടും പുലിയും തമ്മിൽ ഒരു മത്സരം നടന്നപ്പോൾ കണ്ടെത്തിയ കാരണമേ ഉള്ളൂ. നീ എൻ്റെ വെള്ളം കലക്കി എന്ന് മുകളിൽ നിന്ന പുലി അരുവിയുടെ താഴെ നിന്ന ആട്ടിൻകുട്ടിയോട് ചോദിച്ചു എന്ന് പറയുന്നത് പോലെയുള്ളൂ. മുകളിൽ നിൽക്കുന്ന പുലിക്ക് എങ്ങനെയാണ് താഴെയുള്ള ആട്ടിൻകുട്ടിക്ക് വെള്ളം കലക്കാൻ കഴിയുക? സാധിക്കില്ലല്ലോ. നീയല്ലേ നിൻ്റെ മുത്തച്ഛനാണ് എന്ന് പറയുന്ന ന്യായം മാത്രമേ ഉള്ളൂ. ബംഗ്ലാദേശി ദേശീയ പതാകയുടെ മേലെ ഹൈന്ദവ പതാക, സാഫ്രോൺ കളേർഡ് ഫ്ലാഗ് കിട്ടി എന്ന ഒരു കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഈ പതാക നിയമമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജാമ്യമില്ല വ്യവസ്ഥയിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ദ ക്വസ്റ്റ്യൻ ഓഫ് സ്ട്രക്ചറൽ വയലൻസ് എമർജ്. ഈ ഘടനകൾ തന്നെ, ഇപ്പോൾ പോലീസ്, നീതിപീഠം, എക്സിക്യൂട്ടീവ് ഘടനകൾ, നിയമനിർമ്മാണ വേദികൾ എല്ലാം തന്നെ വയലൻ്റായി പ്രവർത്തിക്കുകയാണ്. ഒരു തരം അപ്പാർത്തൈഡ് റെജീം എന്ന് പറയുമ്പോൾ അതൊരു സ്ട്രക്ചറൽ വയലൻസ് ആണ്. ഈ ഘടനകൾ തന്നെ വയലൻ്റായി മാറുമ്പോൾ ആ സ്റ്റേറ്റ്, ആ രാജ്യം ഫെയിൽഡ് സ്റ്റേറ്റായി മാറുകയാണ്. അങ്ങനെയാണല്ലോ പാകിസ്ഥാനെ ഇപ്പം നമ്മൾ കരുതുന്നത് ഇന്ത്യയെ പോലെ ഒരു സക്സസ്ഫുൾ സ്റ്റേറ്റ് ആയിട്ടല്ല, ഫെയിൽഡ് സ്റ്റേറ്റ് എന്നാണ്, പരാജിത രാഷ്ട്രം. അവിടെ ഒരു നിയമവാഴ്ച അട്ടിമറിക്കപ്പെടുന്ന ഏത് രാജ്യവും പരാജിത രാഷ്ട്രം എന്ന നിലയിൽ മാത്രമേ കാണാനാവൂ. അതുകൊണ്ടാണ് ഭരണഘടനാ പ്രിൻസിപ്പിൾസ് അതുപോലെ പ്രാവർത്തികമാക്കാൻ ബംഗ്ലാദേശിന് കഴിയാത്ത ഒരു അന്തരീക്ഷം സംഭവിച്ചിരിക്കുന്നു. അവിടുത്തെ എല്ലാ മതങ്ങളെയും, അല്ലെങ്കിൽ ഈ കേവലം 1% താഴെയാണ് ക്രൈസ്തവ മതം, ഒരു 8% താഴെ നിൽക്കുന്നു അവിടുത്തെ ഹൈന്ദവ മതം. ഈ രണ്ട് ന്യൂനപക്ഷ മതങ്ങളാണ്. ബുദ്ധമതം ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ മഹാഭൂരിപക്ഷം വരുന്ന 91%-ലധികം ജനസംഖ്യ മുസ്ലിം, ഇസ്ലാം ആണ്.
ഇവിടെ റാഡിക്കലൈസേഷൻ ഓഫ് ഇസ്ലാം അവിടെ സംഭവിക്കുന്നു. ലോകത്തെമ്പാടും സംഭവിക്കുന്നത് പോലെ, മധ്യപൗരസ്ത്യ പ്രദേശത്തെ സംഭവിക്കുന്നത് പോലെ ഇവിടെ സബ് കോണ്ടിനെൻ്റൽ ഇന്ത്യയിലും റാഡിക്കൽ ഇസ്ലാമിൻ്റെ ഒരു കടന്നുവരവ്, അത് ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപത്തിലോ മറ്റ് പല രൂപത്തിലോ ഒക്കെയാണ്. മിലിറ്റൻ്റ് ഇസ്ലാം വന്നു കഴിയുമ്പോൾ പൊളിറ്റിക്കൽ പ്രോസസ്സിന് ഒരു കൺസർവേറ്റീവ് നിറം വരികയാണ്, ഒരു അസഹിഷ്ണുതയുടെ ഒരു നിറം വരികയാണ്. അങ്ങനെയാണ് ഒരു ന്യൂനപക്ഷങ്ങൾ, അത് ഞാൻ പറഞ്ഞ ഇസ്ലാമിക ന്യൂനപക്ഷമെന്നോ ഹിന്ദു ന്യൂനപക്ഷമെന്നോ അല്ല, സബ് കോണ്ടിനെൻ്റിൽ വരുന്ന ഒരു മാറ്റമാണ്. ലോകത്തെല്ലായിടത്തും സംഭവിക്കുന്ന ഒരു വലതുപക്ഷ വ്യതിയാനം, റൈറ്റ് വിങ് ഷിഫ്റ്റ്. അത് മതത്തെയോ ഭാഷയോ വർഗത്തെയോ ദേശീയതയോ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു തരം റൈറ്റ് വിങ് ഷിഫ്റ്റാണ്, കൺസർവേറ്റീവ് ഷിഫ്റ്റാണ്. അത് ബംഗ്ലാദേശിൽ നിശ്ചയമായും സംഭവിച്ചിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് അവിടുത്തെ റെജീം ചേഞ്ച് ഉണ്ടായിരിക്കുന്നത്. ഇനി നോക്കൂ, ബംഗ്ലാദേശിൻ്റെ ഒരു സാമ്പത്തിക പുരോഗതി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മെച്ചപ്പെട്ടു വരികയായിരുന്നു. വളരെ വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻ്റാണ് അവിടെ വന്നത്. വലിയ തോതിലുള്ള ടെക്സ്റ്റൈൽ ഫാക്ടറികൾ, പലപ്പോഴും നമ്മളിവിടെ ഇടുന്ന ഷർട്ടുകൾ പലതും ബംഗ്ലാദേശി കോട്ടനാണ്. അപ്പോൾ ബംഗ്ലാദേശിൽ നിന്നും വരുന്ന എക്സ്പോർട്ടുകൾ, ബംഗ്ലാദേശിൽ ഉൽപ്പാദിപ്പിക്കുന്ന ബിസ്ക്കറ്റുകൾ, അപ്പോൾ ബംഗ്ലാദേശ് എന്ന രാജ്യം ഒരു പ്രൊഡക്ഷൻ ബേസായി വന്ന് സ്റ്റെബിലൈസ് ചെയ്ത് വരികയായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ കാലത്ത്. ഇന്ത്യയുമായി നല്ല ശക്തമായ ബന്ധം. അത് മാത്രമല്ല, ഇന്ത്യ എന്ന ഒരു രാജ്യമില്ലായിരുന്നു എങ്കിൽ ബംഗ്ലാദേശിന് എക്കാലത്തും പാകിസ്ഥാൻ്റെ അടിമയായി, കിഴക്കൻ പാകിസ്ഥാനായി കഴിഞ്ഞുകൂടാനേ പറ്റൂ. ഇന്ത്യ അല്ല ബംഗ്ലാദേശിനെ ഉപദ്രവിച്ചിട്ടുള്ളത്. പടിഞ്ഞാറൻ പാകിസ്ഥാൻ, ഇന്നത്തെ പാകിസ്ഥാനിൽ നിന്ന് കടന്നു വന്ന വലിയ തോതിലുള്ള ഹിംസ, ധ്വംസനം, ജനാധിപത്യ ധ്വംസനം എല്ലാം അനുഭവിച്ച ഒരു ജനതയാണ് ബംഗ്ലാദേശിലുള്ളതെന്ന് ഓർക്കണം. അതുകൊണ്ട് ഗ്രേറ്റ് ബംഗാളി സ്പിരിറ്റ്, ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും അതീതമായ ഗ്രേറ്റ് ബംഗാളി സ്പിരിറ്റ് ആൻഡ് എൻലൈറ്റൻമെൻറ്റ്, അതിൻ്റെ നേരവകാശികളാണ് നമ്മുടെ ബംഗാളികളും ബംഗ്ലാദേശിലുള്ളവർ. അവരാണ് ബംഗാൾ, അവർ സംസാരിക്കുന്ന ഭാഷ ഒന്ന് തന്നെയാണ്. ആ ഒരു സ്പിരിറ്റ്, ബംഗാളി സ്പിരിറ്റ്, എല്ലാം ഉൾക്കൊള്ളുന്ന പുരോഗമന ചിന്താഗതിയുള്ള ബംഗാളി സ്പിരിറ്റ് ഇന്ന് കോംപ്രമൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു, തുച്ഛീകരിക്കപ്പെട്ടിരിക്കുന്നു. ആ ഒരു അന്തരീക്ഷം മാറിയേ തീരൂ. അതിന് ശക്തമായ ഇന്ത്യ ബന്ധം ആവശ്യമാണ്. പക്ഷേ ഇന്ത്യ വിരോധത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തീവ്ര മതസംഘടനകളും ഭൂരിപക്ഷ വർഗീയത, ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയ രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് അല്ലെ ഈ ഇന്ത്യ വിരുദ്ധത കൂടുകയല്ലേ ഉള്ളൂ. ഇന്ത്യയുടെ ഷെയ്ഖ് മുജിബുർ റഹ്മാൻ, മുക്തി ബാഹിനി ഒക്കെ ഇന്ത്യ സഹായിച്ച് നട്ട് നനച്ച് വളർത്തിയ പ്രസ്ഥാനങ്ങളായിട്ടാണ് മറുപക്ഷം കാണുന്നത്. ബീഗം ഖലിദ സിയയുടെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി കാണുന്നത് ഇന്ത്യയുടെ ഒരു പ്രോഡക്റ്റായി, സന്തതിയായി, സൃഷ്ടിയായി കാണുകയാണ് അവാമി ലീഗിനെ. അതുകൊണ്ട് അവാമി ലീഗും മറ്റേ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയും ഖലിദ സിയയുടെ പാർട്ടിയും തമ്മിലുള്ള ചക്രത്തി പോരാട്ടമാണ് സ്ഥിതിഗതികൾ ഈ രീതിയിൽ ആക്കി വെച്ചത്. ഇത് സത്യം പറഞ്ഞാൽ വർഗീയത ആളിക്കത്തിച്ചതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ മോഹമാണ്. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഇസ്ലാം ഒരു പരകായ പ്രവേശം, രാഷ്ട്രീയ കക്ഷിയിലൂടെ പരകായ പ്രവേശം നടത്തിയതിൻ്റെ വലിയ ഒരു പോരായ്മ തന്നെയാണ് ബംഗ്ലാദേശിൽ ഇന്ന് കാണുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണാനാവില്ല. ഈ സ്വാമിജിയുടെ അറസ്റ്റ് ഒറ്റപ്പെട്ട ഒരു സംഭവമായി കാണാനാവില്ല. ഉരുത്തിരിഞ്ഞു വരുന്ന, ബംഗ്ലാദേശിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ലാർജർ ലെവൽ സ്ട്രക്ചറൽ വയലൻസിൻ്റെ ഒരു അധ്യായമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഇസ്കോൺ സന്യാസിയുടെ, അല്ലെങ്കിൽ ചിന്മയ കൃഷ്ണ പ്രഭു അല്ലേ, ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്, അതാണല്ലോ ഇസ്കോൺ. അപ്പോൾ ഇസ്കോൺ എന്ന് പറയുന്നത് ലോകവ്യാപകമായുള്ള ഒരു ഹൈന്ദവ സംഘടനയാണ്. ഇപ്പോൾ കൃഷ്ണ പ്രസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിന് ലോകത്തെല്ലായിടത്തും വേരുകളുണ്ട്, ബംഗ്ലാദേശിലുമുണ്ട്. അത് പ്രവർത്തനം നടത്തുന്നതിന്, സമാധാനപരമായി പ്രവർത്തിക്കുന്നതിന് നിയമപരമായ തടസ്സങ്ങളുമില്ല. അതിന് പൂർണ്ണമായും അതിൻ്റെ സന്യാസിമാരെ ഭീതിയുടെ നിഴലിൽ നിർത്തുക എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തെ ആകെ, ഒരു മതവിശ്വാസത്തെ ആകെ തന്നെ മുൾമുനയിൽ നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇൻ്റർനാഷണൽ റാമിഫിക്കേഷൻസ് ഉണ്ടാകാതിരിക്കില്ല. ആ ഘട്ടം വരെ പോവില്ല എന്ന് പ്രതീക്ഷിക്കാം. ഡോക്ടർ ആരിഫ് ഹുസൈൻ, ബംഗ്ലാദേശിലെ ക്ഷേത്രങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി കാവലിരിക്കുന്നു. ഒരു മധുര മനോജ്ഞ സ്വപ്നമായിട്ട് മാത്രമേ ഞാനതിനെ കാണുന്നുള്ളൂ. എന്തായാലും സ്വാമിജിയുടെ അറസ്റ്റ്, അദ്ദേഹത്തെ ജയിലിൽ അടച്ചത്, അത് കൃത്യമായിട്ടുള്ളൊരു സന്ദേശം തന്നെയല്ലേ നൽകുന്നത്, അല്ലേ? ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധയിൽപ്പെട്ടു. അതായത് ബംഗ്ലാദേശിലെ മുസ്ലിം നേതാക്കൾ, ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കൾ അവിടെ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് കാവലിരിക്കുന്നത് പോലെ നമ്മുടെ നാട്ടിൽ RSSകാർ
മുസ്ലിം പള്ളികൾക്ക് കാവലിരിക്കുന്ന ഒരു കാലഘട്ടമാണ് സ്വപ്നം കാണുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്വപ്നം ഒരിക്കലും ഉണ്ടാകരുതെന്ന് മാത്രമല്ല, അതായിരിക്കരുത് ഒരാളുടെയും ഒരു വിദൂര സ്വപ്നം പോലും എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. അത് എന്ത് തരം സ്വപ്നമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഈ കലാപങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇതേപോലെ നടത്തുന്ന ചില പ്രകടനങ്ങൾ, ഈ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന ചില പേക്കൂത്തുകളുണ്ട്. ഇപ്പൊ നമ്മളുടെ ഇവിടെ ക്രിസ്മസ് ആയാലും അതല്ലെങ്കിൽ ഓണം ആയാലൊക്കെ കാണുന്ന ഒരു സാധാരണ ഒരു ക്ലീഷ ചിത്രം തന്നെയുണ്ട്. ഒരു ഹിന്ദു വേഷധാരി, ഒരു മുസ്ലിം വേഷധാരി തൊപ്പി വെച്ചിട്ട് പിന്നെ ഒരു കൊന്തയും പിടിച്ചിട്ട് ഒരാൾ 3 പേരും കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു, എന്നിട്ട് ഫോട്ടോ എടുക്കുന്നു. ഇതാണ് ഒരു വലിയ ഒരു മതസൗഹാർദ്ദത്തിന്റെ ചിഹ്നമായിട്ട് അവിടെ കാണുന്നത്. ഇതൊക്കെ ഒരു അശ്ലീലമാണെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. കാരണം എന്താണ്, ഇത് ഫോട്ടോയിൽ മാത്രമാണ് ഇതിങ്ങനെ കിട്ടുള്ളൂ. അല്ലാത്ത നേരം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിന്ന് തല്ലുന്ന പരിപാടിയാണ്. ഇത് ഫോട്ടോയിലെങ്കിലും ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് പറയാൻ വേണ്ടിയിട്ടല്ലേ സത്യത്തിൽ ഇത് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കേണ്ടി വരുന്നത്. ഇതൊരു ഗതികേടാണ്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള സ്വപ്നം ഒന്നും ഉണ്ടാകരുത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലോട് കൂടി ഒരു കാര്യം പറയാനുള്ളത്, ബംഗ്ലാദേശിൽ ഇന്ന് നടക്കുന്ന കാര്യം അത് ഇവിടെ പറയുമ്പോൾ ഏറ്റവും വലിയൊരു കാര്യം ഇവിടെ കാണുന്നത്, അങ്ങനെയൊക്കെ പറയാൻ മാത്രമുള്ള എന്താണ് ഇവിടെ ഉള്ളത്, എക്സാജറേഷൻ അല്ലേ എന്നുള്ള രീതിയിലാണ് ഒരു വശത്ത് കാര്യങ്ങൾ പോകുന്നത്. മറ്റൊരു വശത്ത് വരുന്നത്, ഇത് അങ്ങനെയൊന്നുമല്ല, പറഞ്ഞ പോലെയൊന്നും അല്ല കാര്യങ്ങൾ എന്ന് പറയുന്നൊരു രീതി. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഒരു വിഷയമേ അല്ല, അവിടെ ഒരു ഹിന്ദു മുസ്ലിം വിഷയം പോലുമില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു വിഷയം രണ്ടാമത് വേറൊരെണ്ണം. ഞാൻ പറയുന്നു ഇത് രണ്ടും തെറ്റാണെന്ന് ഞാൻ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഇപ്പൊ നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ നമ്മൾ അതിന്റെ ഉള്ളിൽ പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഇതിന്റെ ഒരു ക്ലിയർ പിക്ചർ പുറത്തേക്ക് വരാൻ സമയം ഇനിയും എടുക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് ഇതിനെ നമ്മൾ ഈ രീതിയിൽ കാണുന്നു എന്ന് ചോദിച്ചാൽ, ഇതൊരു ഹിസ്റ്ററി, ഒരു പ്രസിഡന്റ്, ഒരു ഇവന്റ് ഇവിടെ ഉണ്ട്. 1971 ഹിന്ദു ജനോസൈഡ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. എന്തായിരുന്നു അന്ന് സംഭവിച്ചത് എന്നുള്ളതിന്റെ കൃത്യമായ ഡോക്യുമെന്റ്സ് അതിവിടെ ഉണ്ട്. അതിൽ ആരാണ് കൊന്നു തള്ളിയത് എന്നുള്ളത് ഇവിടെ ഉണ്ട്. എത്ര എണ്ണം ഹിന്ദുക്കളെയാണ് ലക്ഷക്കണക്കിന് കൊന്നു തള്ളിയതിന്റെ ചരിത്രം ഇവിടെ ഉണ്ട്. എത്ര ലക്ഷക്കണക്കിന് സ്ത്രീകളെയാണ് ബലാത്സംഗം ചെയ്തത് എന്നതിന്റെ എണ്ണം ഇവിടെ ഡോക്യുമെന്റഡ് ആണ്. ഇതൊക്കെ ഇവിടെ ഉണ്ടായിരിക്കെ ഇന്നിപ്പോ ഇതിനെ പോലെ ഒരു വിഷയം എടുത്തു വെച്ച് ഇത് അതിലേക്കാണ് പോകുന്നത് എന്ന ഒരു സൂചന അവിടെ കൊടുക്കുമ്പോൾ, അത് അങ്ങനെയൊന്നുമല്ല, എക്സാജറേഷൻ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് കാണുമ്പോൾ നമുക്കതിനോട് പുച്ഛമാണെന്നേ പറയാനുള്ളൂ. പ്രത്യേകിച്ച് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ നമ്മൾ ഇത് സംസാരിക്കുന്നത് നവംബർ മാസം 26-ാം തീയതി ഇരിക്കുമ്പോൾ, ഇദ്ദേഹം ഇവിടെ സംസാരിച്ച വ്യക്തി അതിനകത്ത് എടുത്തു വെച്ച ഒരു പത്രം പോലും ഓഗസ്റ്റ് മാസത്തിലെ ആണ് എന്ന് വരുമ്പോൾ എത്ര മാസം പഴക്കമുണ്ടെന്നെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ. കാരണം എന്താണ്, നമ്മളിവിടെ കണ്ടത് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുന്നേ നടന്നൊരു കണ്ട വാർത്ത എന്ന് പറയുന്നത്, അവിടെയുള്ള ഒരു ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അതിന്റെ ബോഡി അത് ഒന്നടങ്കം രാജിവെച്ച് പുറത്തേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത്. എന്തായിരുന്നു അതിന്റെ കാരണം? അവര് നേരിട്ട കാരണം എന്താണെന്ന് പോലും പുറത്തു വന്ന് പറയാൻ പറ്റാത്ത തരത്തിലുള്ള സ്വാതന്ത്ര്യം ആണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉടലിന്റെ മുകളിൽ തല കാണില്ല. ഇതാണ് അവരുടെ ഒരു ചെറിയ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് അവരൊന്നും പറയാതെ ഇറങ്ങി പോകുന്നത്, മുഴുവൻ പേരും രാജിവെക്കുന്ന അവസ്ഥ. അതുകൂടാതെ അവരതിന് പത്രങ്ങൾ അതിനകത്ത് നിരീക്ഷിച്ച എന്താണ്, ഇതിനകത്ത് രാജിവെച്ച ആളുകൾ അവർ ചെയ്ത പണി എന്താണ്? അവർ പ്രധാനമായിട്ട് റിപ്പോർട്ട് ചെയ്തത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ന്യൂനപക്ഷ വേട്ടയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട റിപ്പോർട്ടിംഗ്. ആ റിപ്പോർട്ടിംഗ് നടത്തിയിട്ടുള്ള ആളുകളാണ് അതിൽ നിന്ന് രാജിവെച്ച് പോകേണ്ടി വന്നത്. എന്നിട്ട് ഇവിടെ നിന്നിട്ട് പറയുന്നു അത് വാർത്തകളിൽ എവിടെയും ഇല്ല. എന്തുകൊണ്ടില്ല? റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ ഇതേപോലെ തൂക്കുന്ന അവസ്ഥയാണ് അവിടെ ഉള്ളത്. പിന്നെ എങ്ങനെയാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുക? ഇതാണ് അവിടെ അവസ്ഥ. അപ്പൊ നമ്മളെ പോലുള്ള ആളുകൾ എന്താ ഇതിനകത്ത് ചെയ്തത്? ഇപ്പൊ നമ്മൾ ഭാഗമായിട്ടുള്ള ഒരു സംഘടനയുണ്ട്. നമ്മളതെന്താ ചെയ്തത്? ആ സംഘടനയിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പോലും ഉള്ള ഒരു സംഘടന ആയതുകൊണ്ട് നമുക്ക് അവിടുത്തെ വിഷയങ്ങൾ അറിയാൻ കഴിയുകയും, അതുകൂടാതെ ആ സംഘടനയുടെ ഭാഗമായിക്കൊണ്ട് UN-ലേക്ക് ഒരു റെപ്രസെന്റേഷൻ കൊടുത്തിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഇടപെട്ട് ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് മുൻകൈ എടുക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു റെപ്രസെന്റേഷൻ, അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞ പോലെ നമ്മളാലാവുന്ന ഒരു ചെറിയൊരു നീക്കം അത് UN സ്വീകരിക്കുന്നു. അതിന്റെ ബാക്കി കാര്യങ്ങൾ നടക്കുന്നുണ്ടാവാം. എന്തായാലും ആയിരക്കണക്കിന് ഇതുപോലുള്ള റിക്വസ്റ്റുകളാണ് UN-ന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. നമ്മളിവിടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാഴ്ച, UN-ന്റെ ഒരു വിഷയം തന്നെ എടുത്തു കഴിഞ്ഞാൽ, ഇതുപോലുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ മതം നോക്കിയിട്ട് അല്ലെങ്കിൽ മുഖം നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് അത് ഇന്ത്യയിൽ മാത്രം നടക്കുന്നതല്ല, അത് UN-നും അത് തന്നെയാണ് ബാധകം. അതുകൊണ്ടാണ് ഇവിടെ യമനിൽ നടക്കുന്ന പ്രശ്നമോ അതല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന വിഷയമോ, ഇപ്പോഴും കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടു ഷിയ സുന്നി ചറപറ വെടിവെച്ചാണ് നൂറുകണക്കിന് ആളുകളെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിഷയമില്ല അവിടെ. അങ്ങനെയുള്ള വിഷയങ്ങൾ നടക്കുന്നു.
പാകിസ്ഥാനിൽ, അതുകൂടാതെ സുഡാനിലെ വിഷയം, നൈജീരിയയിലെ വിഷയം, നൈജറിലെ വിഷയം, ബോക്കോ ഹറാം അവിടെ നമ്മളുടെ ബുർക്കിന ഫാസോയിൽ നടത്തിക്കൊണ്ട്, ഇതൊന്നും UN കാണുന്നില്ല. UN ആകെ കൂടി കാണുന്നത് ഒരു നമ്മളുടെ ഇസ്രായേൽ ഹമാസ് വിഷയം മാത്രമാണ് അവിടെ കാണുന്നത്. അതുകൂടാതെ ഒരു ഇന്റർനാഷണൽ എന്താണ് കോർട്ട് ഓഫ് കോമഡി എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കൂടി ഉണ്ടല്ലോ. ഇത് ചെയ്തു വെക്കുന്നത് എന്താണ്? ഇവിടെ വലിയ തോതിൽ പച്ചയായ ജനോസൈഡ് നടത്തിയിട്ടുള്ള ആളുകളെ ഒന്നും കാണാതെ ഇവിടെ തങ്ങളുടെ രാജ്യം സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി അറസ്റ്റ് വാറന്റ് കൊടുക്കുന്ന കഥയാണ് കാണുന്നത്. ഇതുപോലെ ഒരു കോമഡി കമ്മിറ്റി. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കിവിടെ കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരികയാണ്. ഇതിൽ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ കാണിക്കുന്ന ഈ ഒരു എന്താ പറയുക, ഒരു ജാഗ്രത, ഇതിൽ തെറ്റിപ്പോകാൻ പാടില്ല എന്ന് പറയുന്ന ജാഗ്രത, അത് കാണുമ്പോൾ നമുക്ക് തമാശയാണ് തോന്നുന്നത്. കാരണം എന്താണ്, നിങ്ങൾ ഈ ജാഗ്രത ഇവിടെ മണിപ്പൂർ വിഷയത്തിൽ കാണിച്ചിട്ടില്ല. കാരണം എന്താണ്, മണിപ്പൂർ വിഷയത്തെക്കുറിച്ച് ഇന്നും നിങ്ങൾ ഒരു ശരാശരി ഒരു ഇന്ത്യൻ ജനതയിൽ പെട്ട ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, അവിടെ ഹിന്ദു ക്രിസ്ത്യൻ പ്രശ്നമാണ് നടക്കുന്നത് എന്നല്ലേ അവരെ കൊണ്ട് നിങ്ങൾ പറയിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അവിടെ നിങ്ങൾ ഈ ഒരു ജാഗ്രത കാണിച്ചിട്ട് ഇത് ഹിന്ദു ക്രിസ്ത്യൻ പ്രശ്നമല്ല, ഇതൊരു കുക്കി മെയ്തൈ തമ്മിലുള്ള ആ ഒരു എത്നിക് ക്ലാഷ് ആണ് എന്ന് അവർക്ക് തിരുത്തി പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ എപ്പോഴെങ്കിലും മുന്നോട്ട് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ ഈ ജാഗ്രത എന്നൊക്കെ പറയുന്നത് എപ്പോഴാണ്? അവിടെ ഇസ്ലാം ഒരു രംഗത്ത് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ ജാഗ്രതയൊക്കെ അവിടെ വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ഇവിടെ വെടിവെപ്പ് ഇന്ന് എല്ലാ മലയാള പത്രങ്ങളുടെയും തലക്കെട്ടായിരുന്നു. പക്ഷേ അവിടെ ഈ ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യ അല്ല ഹിന്ദുക്കൾക്ക് നേരെയുള്ള അക്രമം, അത് ഏതെങ്കിലും ഒരു മലയാള പത്രം അതാണ് ഞാൻ പറഞ്ഞു പേജിൽ കൊടുത്തിട്ടുണ്ടോ? ഇല്ലാന്നാണ്. ഇതെല്ലാം അരിച്ചു പിറക്കി നോക്കിയതാണ്. വാർത്ത പോലും ഇല്ല, ഈ സന്യാസിയെ അറസ്റ്റ് ചെയ്ത വാർത്ത പോലും ഇല്ല ഇന്ന്. യെസ്, അതായത് സാമ്പാൽ വെടിവെപ്പിനെ കുറിച്ച് പോലും പറയുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ് അതിന്റെ കാരണമെന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. വെടിവെപ്പ് ഉണ്ടായി, കുറെ പേര് കൊന്നു. ഇപ്പൊ കാണുന്ന വാർത്ത എന്താണ്? നിരപരാധികളായ ആളുകളെ വെടിവെച്ച് കൊന്നു എന്നും പറഞ്ഞിട്ടാണ് ഇപ്പൊ അവിടെ വിക്ടിം കാർഡ് ഇറക്കിയിട്ട് കളിക്കുന്നത്. ഒരു ഇതുപോലുള്ള ഒരു വിഷയം ഉണ്ടാകുമ്പോൾ, അവിടെ കൊളാറ്ററൽ ഡാമേജ് ഉണ്ടാകുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം ബാധിക്കുക ആരാണ്? നിരപരാധികളായിട്ടുള്ള ആളുകളെയാണ്. ഇതാണ് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നിങ്ങളൊരു പ്രശ്നത്തിൽ ഇതുപോലെ ഇടപെടാൻ നിൽക്കുമ്പോൾ, അതിനകത്ത് ഒരു കലാപത്തിനൊക്കെ ഒരുങ്ങി പുറപ്പെടുമ്പോൾ, നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇതിലൊന്നും ഒരു താല്പര്യമില്ലാത്ത, നിങ്ങൾ ഉയർത്തി വെക്കുന്ന രാഷ്ട്രീയമോ മതമോ എന്തു തന്നെ ആയാലും അതിനകത്ത് ഒരു താല്പര്യമില്ലാതെ സ്വന്തം ജീവിതം നോക്കി ജീവിക്കാൻ വേണ്ടി മാത്രം കഷ്ടപ്പെടുന്ന, അന്നന്നത്തെ അന്നം കണ്ടെത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകൾ, അവരാണ് ഇതിനകത്ത് കുരുങ്ങി പോകുന്നത്. അവരുടെ ജീവനാണ് ഇവിടെ അപകടത്തിലാവുന്നത്. അവർക്കാണ് ഇവിടെ ജീവിക്കാൻ പറ്റാതെയാകുന്നത്. ഇതാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു വരുമ്പോൾ, ഇങ്ങനെ ഒരു വിഷയമേ ഇല്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ, ഈ ജാഗ്രത ഈ രീതിയിലേക്ക് കാണുമ്പോൾ നമുക്കവിടെ പറയാതെ നിവൃത്തിയില്ല. ഇവിടെ നടക്കുന്ന വിഷയം നമ്മളുടെ പേഴ്സണൽ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വേണ്ടപ്പെട്ട നമ്മൾ അറിയുന്ന ബംഗ്ലാദേശികളായിട്ടുള്ള എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അവിടെ ജീവിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ പുറം രാജ്യങ്ങളിൽ പോയിട്ട് ജീവിക്കുന്ന ആളുകൾ, നെതർലാൻഡ്സിൽ ജീവിക്കുന്നവരുണ്ട്, ജർമ്മനിയിൽ ജീവിക്കുന്നുണ്ട്. അവരിലൂടെ നമ്മൾ ശേഖരിച്ചിട്ടുള്ള വിവരങ്ങൾ ഇതെല്ലാം വെച്ച് ചേർത്ത് നമ്മൾ പച്ചയ്ക്ക് പറയാണ് അവിടെ ഹിന്ദു വേട്ട നടക്കുന്നുണ്ട്. അതൊരു ഹിന്ദു വേട്ട മാത്രമല്ല, അതിനകത്തൊരു ന്യൂനപക്ഷ വേട്ട തന്നെയാണ് നടക്കുന്നത്. അവസാനമായിട്ടൊരു കാര്യം ഞാൻ പറയാണ്. ഇവിടെ പറയുന്നു നിങ്ങൾക്ക് സംശയമാണല്ലോ. ഒരു സംശയം വേണ്ട എന്നുള്ളതിന് ഒരു കാരണമാണ് ഞാൻ പറഞ്ഞത്. 1971 നടന്ന ആ ഒരു ഹിന്ദു ജനോസൈഡ്, അതിവിടെ നമ്മൾ മുന്നിൽ ഡോക്യുമെന്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുന്നെയാണ് നമ്മളിവിടെ ഒരു റിപ്പോർട്ട് വന്നത്. ആ റിപ്പോർട്ടിൽ ന്യൂനപക്ഷങ്ങളുടെ മതവിഭാഗങ്ങളുടെ ഗ്രോത്ത് സംബന്ധിച്ചിട്ടുള്ള, ഡെമോഗ്രഫി സംബന്ധിച്ചിട്ടുള്ള കണക്ക് പുറത്തു വന്നപ്പോൾ, ഈ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങൾക്ക് വളർച്ച ഉണ്ടായിട്ടുള്ള ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് അതേതാണ്? അത് ഇന്ത്യ മാത്രമാണ്. ഇന്ത്യയിലെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ അവിടെ കൗണ്ട് ചെയ്ത ആരെയാണ്? മുസ്ലിങ്ങളെയാണ്. എന്നാൽ നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള മറ്റു രാജ്യങ്ങൾ അവിടെ എടുത്തു കഴിയുമ്പോൾ അവിടെ എല്ലായിടത്തും ഈ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്ന മതങ്ങൾ അത് താഴോട്ടാണ് പോയിരിക്കുന്നത്. വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. അത് ഏത് രീതിയിൽ ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചു, 22% 7, 8 ആയി കുറയുന്നു എന്ന് പറയുമ്പോൾ അത് പച്ചയായ യാഥാർത്ഥ്യമാണ്. എങ്ങനെയാണ് കുറയുന്നത്? ഇങ്ങനെ എന്താ പറയാ, ഇതുപോലെ ഒരു മൈഗ്രേഷൻ നടത്തിയിട്ട് കുറയുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തമാശയ്ക്ക് വേണമെങ്കിൽ പറഞ്ഞോളൂ എന്നേ ഞാൻ പറയുള്ളൂ. ഇതൊന്നും ഇതേപോലെ പറയരുതെന്നേ ഞാൻ പറയൂ. കാരണം കൃത്യമായിട്ട് ജനോസൈഡൽ ആ തോട്ട് അത് അവിടെ അവരുടെ ഭാഗത്ത് ഒരു ഭീതിയായിട്ട് അവിടെ നിലനിൽക്കുന്നു. അതായത് അവരുടെ മുൻ തലമുറയിൽപ്പെട്ടിട്ടുള്ള ആളുകൾ അതിന്റെ മുറിവുകളുമായിട്ട് ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇരുന്നിട്ട് ഇത് പറയാൻ അവർക്ക് സാധിക്കും. എന്തുകൊണ്ട്? കാരണം അവരത് അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. അതേസമയം നിങ്ങളൊരു ഇന്ത്യൻ മുസ്ലിമിന്റെ അടുത്ത് വന്നിട്ട് ഒരു ജനോസൈഡിന്റെ കഥ പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഗുജറാത്ത് മാത്രമേ പറയാനുണ്ടാവുള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും പറയാനുണ്ടാവില്ല. അത് തന്നെ അതിന്റെ അപ്പുറത്ത് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉത്തരം മുട്ടും. അവിടെ ഗോദ്രയിൽ തീവണ്ടി കത്തിച്ചതിനെ കുറിച്ച് ചോദിച്ചാൽ പിന്നെ അവിടെ നിൽക്കും.
അവിടെ തീരും ഈ പറയുന്ന കാര്യങ്ങൾ. അതേസമയം നിങ്ങൾ ഇന്ത്യയിലേക്ക് വന്നാൽ അവിടെ കാശ്മീർ പണ്ഡിറ്റുകളെ കുറിച്ച് പറയേണ്ടതായിട്ട് വരും, അവിടെ 1921 കുറിച്ച് പറയേണ്ടതായിട്ട് വരും, മാപ്പിള ലഹള. അപ്പോൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ് വരെ എവിടെയാണ്? ഇവിടെ ഹിന്ദുക്കൾ നടത്തിയ വർഗീയ കലാപമല്ല ഇവിടെ കൂടുതൽ ചർച്ചയാവുക. അവിടെ മുസ്ലിങ്ങൾ നടത്തിയ വർഗീയ കലാപങ്ങളും അതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനവും തന്നെയാണ് കൂടുതൽ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെടേണ്ടി വരിക. അവിടെ വീണ്ടും കുരുങ്ങുക ജമാഅത്ത് ഇസ്ലാമിയാണ്. ഇവിടെ ഒരു കാര്യം കൂടി ലാസ്റ്റ്, 1971 ഈ പറയുന്ന ഹിന്ദു കൂട്ടക്കൊല നടക്കുമ്പോൾ പാകിസ്ഥാനിലെ ജമാഅത്ത് ഇസ്ലാമിയും ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമിയും അതിനുവേണ്ടി നിലകൊണ്ടപ്പോൾ ഇവിടെ ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ അതിനെതിരെ നിന്ന് അവരുടെ ആ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ടുള്ള വഴികൾ ചെയ്യുന്ന സമയത്തും ആ രണ്ട് ജമാഅത്ത് ഇസ്ലാമിക്കാർക്കും പിന്തുണയേകിയ ഒരു ജമാഅത്ത് ഇസ്ലാമിയാണ് നമ്മുടെ നാട്ടിലുള്ളത്, ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത്. അവരുടെ പിന്തലമുറക്കാരാണ് ഇന്ന് ഇവിടുത്തെ മീഡിയ വൺ എന്ന് പറയുന്നത്. അവരാണ് പാതിരാത്രിക്ക് ഈ അടുപ്പ് കൂട്ടി ചർച്ച നടത്തിയിട്ട് ആളുകളെ മതേതരത്വം പഠിപ്പിക്കുന്നത് എന്ന അശ്ലീലം കൂടി ഞാനിവിടെ ഒന്ന് ഓർമ്മിപ്പിച്ചിട്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ്. ശ്രീ ആർ വി ബാബു, എന്തായാലും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ വാർത്താക്കുറിപ്പ് പുറത്ത് ഇറക്കിയിട്ടുണ്ട്. നോക്കൂ, അവിടെ നടക്കുന്ന വംശഹത്യ ഇപ്പോഴും ഗൗരവത്തോടെ ഉൾക്കൊള്ളാൻ ആവുന്നില്ല തൊട്ടിപ്പുറത്ത് കിടക്കുന്ന രാജ്യത്ത് ഉള്ളവർക്ക്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾ വളരെ ലാഘവത്തോടെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്. ഇന്നത്തെ പത്രങ്ങൾ നിങ്ങൾ നോക്കൂ, ഇന്ന് ഒരു മലയാള പത്രത്തിൽ പോലും ഈ സന്യാസിയെ അറസ്റ്റ് ചെയ്ത വാർത്ത വന്നിട്ടില്ല. അല്ല, അതിൽ അത്ഭുതപ്പെടുന്നില്ല അനിൽ നമ്പ്യാർ. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഒക്കെ എങ്ങനെയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാറുള്ളത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ ചിന്മയാദാസ് പ്രഭുവിന്റെ അറസ്റ്റോ അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ കൂട്ടക്കൊലയോ ഒന്നും നമുക്കറിയാം. ആ സംഭവം അരങ്ങേറിയ സമയത്ത് പോലും പല ചാനലുകളും ബംഗ്ലാദേശ് കൂട്ടക്കൊലയെ കുറിച്ച് മിണ്ടിയിട്ടില്ലല്ലോ. ഇവിടെ ശ്രീ ഉമർ പറയുകയുണ്ടായി, ഇതൊക്കെ എക്സാജറേഷൻ ആണ്, BBC അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ. അതായത് നമ്മുടെ സാധാരണ നാട്ടിൻപുറത്ത് പറയുമല്ലോ, അതായത് കണ്ടവൻ അവിടെ നിൽക്കട്ടെ കേട്ടവൻ പറയട്ടെ എന്ന്. കണ്ടവൻ എന്താ പറയുന്നത്, അനുഭവിച്ചവൻ എന്താ പറയുന്നത് എന്നുള്ളത് ഈ കഴിഞ്ഞ നവംബർ മാസം 2-ാം തീയതി ബംഗ്ലാദേശിലെ ഷഹീദ് മിനാർ എന്ന് പറയുന്ന ധാക്കയിലെ ഒരു ക്യാപിറ്റൽ ആ സിറ്റി ആണല്ലോ. ആ ധാക്കയില് 10-20,000-ഓളം ഹിന്ദുക്കൾ, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ 40ഓളം ന്യൂനപക്ഷ സംഘടനകളുടെ ഒരു കോർഡിനേഷൻ ഉണ്ട്. അതിന്റെ ഇംഗ്ലീഷിലെ പേര് ഞാൻ വായിക്കാം, അതിന്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സൊങ്കലാഗു ഒക്കിയ മൂർച്ച എന്നാണ് അതിന്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ. അതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇംഗ്ലീഷിൽ അതങ്ങനെയാണ് കാണുന്നത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ വായിക്കുകയാണ്. അപ്പോ പക്ഷേ നമുക്ക് വാർത്തയിൽ നിന്ന് മനസ്സിലാകുന്നത് 40ഓളം ന്യൂനപക്ഷ സംഘടനകളുടെ ഒരു ഫ്രണ്ട്, ഒരു മുന്നണി, അവര് ഒരുമിച്ച് കൂടി വലിയ റാലി നടത്തിയിട്ട് അവിടെ അവരൊരു 8 ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചു. അപ്പൊ ആ യോഗത്തില് അവർ പറഞ്ഞു, ദ മൈനോറിറ്റി ഫ്രണ്ട് സെഡ് ദാറ്റ് ദ മൈനോറിറ്റി കമ്മ്യൂണിറ്റി അക്രോസ് ബംഗ്ലാദേശ് has been facing atrocities including arson, vandalism, looting, forced occupation, murder, rape, threats of exile and extrajudicial killings under the guise of mob justice since August 5. ആഗസ്റ്റ് 5-ാം തീയതി മുതൽ ബംഗ്ലാദേശിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അനുഭവിക്കുന്ന ആളുകൾ 10-20,000-ഓളം പേര് അവിടെ ഒരുമിച്ച് ചേർന്നിട്ട് പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങൾ അനുഭവിക്കുന്നത് എന്തൊക്കെയാണെന്ന്. അപ്പോഴാണ് ശ്രീ ഉമർ പറയുന്നത് BBC എന്തോ പറഞ്ഞു എന്ന്. അദ്ദേഹത്തിന് BBC-യെ വലിയ വിശ്വാസമാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഏകപക്ഷീയമായിട്ട് മോഡിയെ സംബന്ധിച്ച് മാത്രം ഒരു ഡോക്യുമെന്ററി ഇറക്കി BBC. മോഡിയെ കുറിച്ച് മാത്രം, ഗുജറാത്ത് കലാപത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട്. പക്ഷേ നേരത്തെ ഇവിടെ ശ്രീ ആരിഫ് പറഞ്ഞ പോലെ BBC അത് പറഞ്ഞപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഗോദ്രയിൽ നടന്ന 1068 പേരെ തീവെച്ചു കൊന്ന സംഭവം പറഞ്ഞില്ല. അത് BBC മറച്ചു വെച്ചു. പകരം ബാക്കിയുള്ളത് അത് മാത്രമല്ല, BBC മറച്ചു വെച്ചപ്പോ ഈ ടീസ്റ്റാ സത്യൽവാദിനെ പോലുള്ളവർ, സുപ്രീം കോടതി അടക്കം പറഞ്ഞു, ടീസ്റ്റാ സത്യൽവാദിനെ പോലുള്ളവർ ഉണ്ടാക്കിയ വ്യാജ തെളിവുകൾ നരോത് പാട്ടിയ സംഭവത്തിലും അതേപോലെ ഗുൽബർഗ സൊസൈറ്റിയിലെ സംഭവത്തിലും ഒക്കെ ഇരകളെ കൊണ്ട് വ്യാജ തെളിവുകൾ ഉണ്ടാക്കി, വ്യാജ സാക്ഷിമൊഴികൾ ഉണ്ടാക്കി, ഒരേ പാറ്റേണിൽ സാക്ഷിമൊഴികൾ സൃഷ്ടിച്ച് അതിന്റെ പേരിൽ കേസ് എടുക്കണമെന്ന് സുപ്രീം കോടതി പോലും പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത ടീസ്റ്റാ സത്യൽവാദ് അതേപോലുള്ള കാര്യമൊക്കെ BBC മറച്ചു വെച്ചു. അപ്പൊ BBC അദ്ദേഹത്തിന് വലിയ വിശ്വാസ്യതയുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അത്ര വിശ്വാസമൊന്നുമില്ല BBC-യെ. BBC അത്ര വിശ്വാസമുള്ള സ്ഥാപനമാണ് എന്ന് ഞങ്ങൾ പണ്ട് മുതലേ കരുതിയിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം BBC-യെ
ഈ സെലക്റ്റീവായിട്ട് വിശ്വസിക്കും. താങ്കൾക്ക് ജനൻ ടിവിയിൽ വിശ്വാസം ഉണ്ടല്ലോ. ശ്രീ ആർ വി ബാബു ഒറ്റ മിനിറ്റ് ചോദിക്കട്ടെ, താങ്കൾക്ക് ജനൻ ടിവിയിൽ വിശ്വാസം ഉണ്ടല്ലോ? ഞാൻ പറഞ്ഞു അല്ല, എനിക്ക് ജനൻ ടിവിയിലാണ് കൂടുതൽ വിശ്വാസം. എനിക്ക് BBC-യിലല്ല, എനിക്ക് ജനൻ ടിവിയിലാണ്. ആയിക്കോട്ടെ, അത് മാത്രം പറയുന്നു. എനിക്ക് ജനൻ ടിവിയിലാണ് കൂടുതൽ വിശ്വാസം. അതുകൊണ്ടല്ലേ അവിടെ ഇരിക്കുന്നത്. അല്ല, BBC വിശ്വസിക്കാൻ പറ്റില്ല, പക്ഷേ ജനൻ ടിവിയെ വിശ്വസിക്കാൻ പറ്റില്ല. അത് മാത്രം പറയുന്നു. എത്രയും പറഞ്ഞോളൂ. എനിക്ക് ജനൻ ടിവിയിലാണ് വിശ്വാസം, BBC-യിലല്ല. എത്ര പറയുന്നുള്ളൂ, ജനൻ ടിവിയിലാണ് എനിക്ക് വിശ്വാസം. സംസാരിച്ചോളൂ. ഞാൻ പറഞ്ഞോട്ടെ. അപ്പോ ഇതൊന്ന്. രണ്ട്, ബംഗ്ലാദേശിലെ ജനൻ ടിവി മാത്രം വിശ്വസിക്കാം. ഉമർ ഒന്ന് നിശബ്ദനായിട്ടിരിക്കൂ. താങ്കൾ പറയാനുള്ളത് താങ്കൾക്ക് പറയാനുള്ള അവസരം കിട്ടും. അപ്പൊ താങ്കൾ പറഞ്ഞോളൂ. അപ്പോ ബംഗ്ലാദേശിലെ സംഭവത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് സംശയമാണ്. ഞാൻ നിർത്തി. ഓക്കെ. ബംഗ്ലാദേശിലെ സംഭവത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് സംശയമാണ്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ അവരെങ്ങനെ അവിടെ നിന്ന് ഓടിപ്പോരുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടതാണെന്നൊക്കെയാണ് അദ്ദേഹത്തിന് എന്താണ് മറുപടി? അദ്ദേഹത്തിന് ഒരു മറുപടിയില്ല. 22% പേര് ഇന്ന് 8% എത്തി നിൽക്കുന്നതിന്റെ കാരണം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മറുപടിയില്ല. അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ ഇതേപോലെ മോബ് ലിഞ്ചിങ് നടക്കുന്നു പശുവിന്റെ പേരിൽ. ഞാൻ ചോദിക്കുന്ന, അദ്ദേഹം ഇതിന് എനിക്ക് ശേഷം പറഞ്ഞോട്ടെ, കഴിഞ്ഞ ഒരു 4-5 വർഷത്തിനുള്ളിൽ എത്ര മോബ് ലിഞ്ചിങ് നടന്നിട്ടുണ്ട് ഇന്ത്യയിൽ? എത്ര സംഭവങ്ങളാണ്? ഇതെല്ലാം ഒരു നെറേറ്റീവാണ്. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ പശുവുമായി ബന്ധപ്പെട്ട് മുഗളന്മാരുടെ കാലഘട്ടം മുതൽ ഇന്ത്യയിൽ പ്രശ്നമുണ്ട്. മുഗളന്മാരുടെ കാലഘട്ടം മുതൽ പശുവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ പ്രശ്നമുണ്ട്. അത് ഇപ്പോഴും തുടരുന്നു. അതുകൊണ്ടാണ് പശുവുമായി ഉള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് സർക്കാരുകൾ നിരവധി സംസ്ഥാനങ്ങളിൽ ഗോവധ നിരോധനം നടപ്പാക്കിയത്. അത് കോൺഗ്രസ് സർക്കാരുകളാണ്, BJP സർക്കാരല്ല നടപ്പാക്കിയത്. കോൺഗ്രസ് സർക്കാരുകൾ നടപ്പാക്കി. കാരണം പശുവിനോടുള്ള ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ഒരു മനോഭാവത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത്, പക്ഷേ അദ്ദേഹത്തിന് ഇന്ത്യയിൽ എന്നിട്ട് അദ്ദേഹം ആരെയാണ് കൂട്ടുപിടിക്കുന്നത്? അദ്ദേഹം കൂട്ടുപിടിക്കുന്നത് യുണൈറ്റഡ് നേഷൻസിനെ പോലെ അല്ലെങ്കിൽ വിദേശ ഏജൻസികളുടെ ചില കണക്കുകൾ, ആരുടെയൊക്കെ ചില റിപ്പോർട്ടുകൾ. അവർ പറയുന്നു ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ ബംഗ്ലാദേശിനേക്കാൾ പുറകിലാണ്, അല്ലെങ്കിൽ പാകിസ്ഥാനേക്കാൾ കട്ടത്തിലാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ എന്ന്. പക്ഷേ അദ്ദേഹത്തിന് മറുപടിയുണ്ട്. 1947 വെറും 8% ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ ഇന്ന് 18%, 16-17% എത്തി നിൽക്കുകയാണ്. മുസ്ലിം സമുദായം വലിയ തോതിൽ ജനസംഖ്യ വർദ്ധിക്കുന്ന തരത്തിൽ വലിയ തോതിലുള്ള ശ്രീ അറിവ് ബാബു, ഞാൻ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്യട്ടെ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ ചില രാജ്യങ്ങൾ, സെൻസസ് നടക്കാത്ത ലോകത്തിലെ വളരെ കുറച്ച് രാജ്യങ്ങളിലൊന്നാണ്. പ്രത്യേകിച്ച് ശ്രീ നരേന്ദ്രമോദി 18% ഉണ്ടെങ്കിൽ എനിക്കറിയില്ല. ഉണ്ട്, അല്ല അത് നിങ്ങൾ പറഞ്ഞോളൂ, അത് കുഴപ്പമില്ല. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. നിങ്ങളൊന്ന് കേട്ടിട്ട് ഇരിക്കൂ, അവര് മുഴുവനാക്കില്ല, എന്നിട്ട് നിങ്ങൾ ഇടപെടും. സെൻസസ് നടന്നിട്ടില്ല. അല്ല, ലോകത്ത് സെൻസസ് പറയുന്നതൊക്കെ നമ്മൾ കേട്ടോണ്ടിരുന്നില്ലേ? അല്ല, ചിലപ്പോ ഇടയിലും പറയേണ്ടി വരും. അത് തിരിച്ചു വരുമ്പോ കേട്ടാ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. രണ്ടാളുണ്ട് പറയാൻ. ആയിക്കോട്ടെ, ഞാൻ ഒരാളേ ഉള്ളൂ. ഓക്കെ, പറഞ്ഞോളൂ. അല്ല, ഞങ്ങൾ കേട്ടോളാം, പറഞ്ഞോളൂ. നിങ്ങളിവിടെ മലക്കും പഠിച്ചൊന്നുമില്ലേ? സോഴ്സ് എന്താണ്? ഇവിടെ ഗവൺമെന്റ് സെൻസസ് നടത്തിയിട്ടില്ല. ഒരു സെക്കൻഡ്, ഞാൻ പക്ഷേ സെൻസസ് നടക്കാൻ 18% പറയുന്നത് ഇനി മനസ്സിലാവുന്നില്ല. ഉമർ ഒന്ന് കേൾക്കൂ. ഉമർ സംസാരിച്ചല്ലോ. ഉമർ ഇടയ്ക്ക് സംസാരിക്കുന്നു. കേട്ടുകൊണ്ട് തന്നെ ഇരിക്കുക. പക്ഷേ ഇതിന് മറുപടി പറയൂ. ശരി. 2021 സെൻസസ് ഇല്ല. 2011 സെൻസസ് എന്താണ്? 2011 സെൻസസ് നടന്നിട്ടുണ്ടോ? 2011 സെൻസസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ലേ? 2011 സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് എത്ര മുസ്ലിം മുസ്ലിങ്ങളുണ്ട് ഇന്ത്യയിൽ? നിങ്ങൾ കണക്കുകൾ പറയുന്നത് അല്ല, വേണ്ട, എത്രയുണ്ട് അത് പറയൂ. 18% ഇല്ല, നോക്കൂ. വേണ്ട, ഞാനിപ്പോൾ പറയുന്നു 10 വർഷം കൊണ്ട്, അതായത് 2011 ശേഷം 13 വർഷം കഴിയുമ്പോൾ മുസ്ലിം ജനസംഖ്യ ഏകദേശം 18% ഉണ്ടെന്ന് ഞാൻ പറയുന്നു. തെറ്റാണെന്ന് നമുക്ക് നോക്കാം. ഉമറിന്റെ അവസരം വരുമ്പോഴ് മുസ്ലിങ്ങളാണ്. ഇവിടെ സെൻസസ് നടക്കുന്നില്ല. ഇന്ത്യ ലോകത്ത് സെൻസസ് നടക്കാത്ത അഫ്ഗാനിസ്ഥാൻ ചർച്ചയിൽ കാണിക്കുന്ന മര്യാദയല്ല. കാണിക്കേണ്ട മര്യാദയല്ല. താങ്കൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ വേണ്ടിയിട്ടില്ലല്ലോ. താങ്കൾക്ക് എന്തിനാണ് ഇത്ര വെപ്രാളം?
താങ്കൾക്ക് എന്തിനാണ് വെപ്രാളം? ശരിയാണ്, താങ്കൾ ശരിയാണ്, വെപ്രാളപ്പെടേണ്ട. ഈ ചർച്ചയിൽ ആരെയും വിജയിയായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നില്ല. എന്തിന് വെപ്രാളം? പിന്നെന്തിനാണ് ഈ ചർച്ചയോടെ ഈ ലോകം അവസാനിക്കാനും പോകുന്നില്ല. ഞങ്ങളോടൊക്കെ അപ്പൊ മിണ്ടാതിരിക്കൂ. പ്രത്യേകിച്ച് ആരിഫ് ഹുസൈനോടൊക്കെ വിജയിച്ചിട്ട് എന്ത് കാര്യ? എനിക്ക് നിങ്ങളൊന്നും ഒരു എതിരാളികളെ പോലും തോന്നിയിട്ടില്ല. താങ്കളൊരു ഡോക്ടറേറ്റോ അല്ലെങ്കിൽ MBBS ബിരുദധാരിയോ ആരാണല്ലോ. താങ്കൾ മിണ്ടാതിരിക്കൂ. താങ്കൾ ദയവ് ചെയ്ത് മിണ്ടാതിരിക്കൂ പ്ലീസ്. ഞാൻ എന്റെ എത്രയോ സമയം നമ്മുടെ വേസ്റ്റ്. ആരിഫ് ഹുസൈനെ പോലെ ഹോമിയോ ഡോക്ടർ അല്ല. ഞാൻ ആരിഫ് ഹുസൈനെ പോലെ ഹോമിയോ ഡോക്ടർ അല്ല. പ്ലീസ് ക്വാളിഫിക്കേഷൻ അത് വിലയിരുത്താൻ വേദിയല്ലല്ലോ. ഇനി രണ്ടാമത് ഇപ്പൊ നോക്കുക, സംസാരത്തെ എത്രയോ സമയം നമ്മുടെ വേസ്റ്റ് ആക്കുന്നു. വളരെ സജീവമായി ചർച്ച മുന്നോട്ട് പോകുന്നതിന് വരെ ഇടയ്ക്ക് ഇങ്ങനെ ഇടപെട്ടാൽ നമ്മുടെ സമയം വേസ്റ്റ് ആവുള്ളൂ. ആർക്കും ഒന്നും കേൾക്കാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് താങ്കളുടെ സമയം വരുമ്പോൾ താങ്കൾ സംസാരിച്ചോളൂ. ഓക്കെ, ഞാൻ പറഞ്ഞത് അപ്പൊ ഈ നിലയ്ക്ക് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ സംഖ്യ ഏതായാലും 18 17 എന്തോ ആവട്ടെ 8% നിന്നും 2011 സെൻസസ് അനുസരിച്ചിട്ട് 13% ഉണ്ടല്ലോ. 2011 13% ഉണ്ട്. അത് ഡിബേറ്റബിൾ ആണല്ലോ? ഡിബേറ്റബിൾ അല്ലല്ലോ. അത് ഡിബേറ്റബിൾ അല്ല. അത് കാരണം അത് ഓൾറെഡി നമ്മുടെ കൺമുമ്പിലുള്ള വളരെ വ്യക്തമായിട്ടുള്ള രേഖയാണ്. ഞാൻ പറയുന്നത് അടുത്ത 13 വർഷം കൊണ്ട് അത് 18% വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ്. നമുക്കത് നോക്കാം. സെൻസസിന്റെ പണികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. 2 വർഷം കൊണ്ട് സെൻസസ് റിപ്പോർട്ട് പുറത്തു വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ആഭ്യന്തരമന്ത്രി. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് ഈ അവസ്ഥയാണോ ബംഗ്ലാദേശിൽ, പാകിസ്ഥാനിൽ, അഫ്ഗാനിസ്ഥാനിൽ, ലോകത്ത് ഏതെങ്കിലും മുസ്ലിം രാജ്യങ്ങളിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതി എന്താണ്? അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ എങ്ങനെയാണ് അനുഭവിക്കുന്നത്? അവർ ഏത് നിലയ്ക്കാണ് അനുഭവിക്കുന്നത്? ഏതെങ്കിലും മുസ്ലിം രാജ്യങ്ങളുടെ സ്ഥിതി എന്താണ്? ഇതൊന്ന്. രണ്ട്, നിങ്ങൾ തുടർച്ചയായിട്ട് പറയുന്നു ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, മോബ് ലിഞ്ചിങ്. പിന്നെ നിങ്ങൾ കൂട്ടത്തിൽ പറയുകയുണ്ടായി ഇവിടെ ഗർഭിണിയുടെ വയറ് കീറി പിളർന്നു എന്നാണ്. ആരുടെ വയറ് കീറി പിളർന്നു സാർ? സാർ ഇതൊക്കെ അന്വേഷിച്ച് ഇത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ പബ്ലിക് ഡൊമൈനിലുണ്ട് അതിന്റെ ചിത്രങ്ങൾ. അതൊക്കെ വ്യാജ പ്രചരണമായിരുന്നു എന്നുള്ളത്. വ്യാജ പ്രചരണമായിരുന്നു. കസൂർബാൻ ചരിത്രമാണ് നിങ്ങൾ പറയുന്നത്. കസൂർബാനു എന്ന് പറയുന്നത് ഒരു വ്യാജ സൃഷ്ടിയാണെന്നും അവരുടെ ഗർഭത്തിൽ ശൂലം കുത്തിയിറക്കിയത് എന്നുള്ളതൊക്കെ കള്ളക്കഥയായിരുന്നു എന്നുള്ളത് ഇതിനകം തെളിഞ്ഞു കഴിഞ്ഞതാണ്. അങ്ങ് ഗർഭിണിയായ സ്ത്രീയുടെ വയറ് കുത്തിപ്പിളർന്ന സംഭവം ഡോക്ടർ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. ഉമറിന് അറിയോ അത് എവിടെ നടന്നതെന്ന് അറിയാമോ ഉമറിന്? ഡോക്ടർ അംബേദ്കർ എഴുതി വെച്ചിട്ടുണ്ട് തോട്ട്സ് ഓൺ പാകിസ്ഥാൻ എന്ന പുസ്തകത്തില്, ഭാരതത്തിന്റെ വിഭജനം എന്നുള്ള പുസ്തകത്തില്. അത് 1921 മലബാർ മാപ്പിളകളക്കാലത്ത് നടന്നതാണ്. മാപ്പിളകളക്കാലത്ത് മുസ്ലിം തീവ്രവാദികൾ ഹിന്ദു സ്ത്രീകളുടെ ഗർഭിണികളുടെ വയറ് കുത്തിപ്പിളർന്ന സംഭവം എഴുതി വെച്ചിട്ടുള്ളത് ഡോക്ടർ അംബേദ്കറാണ്, സംഘപരിവാറിന്റെ ആൾക്കാരല്ല. അപ്പൊ അതുകൊണ്ട് ഈ സംഭവമൊക്കെ നടന്നിട്ടുണ്ട് ലോകത്ത്. അത് ഇസ്ലാമിക തീവ്രവാദികൾ ചെയ്ത കാര്യങ്ങളാണ്. ഇസ്ലാമിക തീവ്രവാദികൾ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടത്തിയിട്ടുള്ള താങ്കളിലേക്ക് വരാംന്നേ. താങ്കൾ ഒന്ന് പ്ലീസ് ക്ഷമ കാണിക്കൂ. താങ്കൾ പറഞ്ഞതിനുള്ള മറുപടിയാണ് ഈമാൻ എന്നാണ്. നിങ്ങൾ ക്ഷമ കൈക്കൊള്ളൂ, അത് ഈമാനിന്റെ ഭാഗം. ധൈര്യമായിട്ടിരിക്കും. ഓക്കെ, ഈമാൻ ചില സമയങ്ങളിൽ ഞാൻ ജാക്കിർ നായിക്കായിട്ട് മാറും, മെഡിക്കൽ ഡോക്ടർ ആയി മാറും. ഓക്കെ, അതൊക്കെ പറയും. നമ്മൾ ഹോമിയോ ഡോക്ടർ വലിയ പ്രശ്നമല്ലോ. വ്യാജ ഡോക്ടർ ആളുകളെ കൊല്ലും. ചികിത്സിക്കരുത്. ആരിഫ് ഹുസൈൻ പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. 1971 കൂട്ടക്കൊല. ജമാഅത്തെ ഇസ്ലാമി വളർത്തിയെടുത്ത ഒരു കൊലയാളി സംഘം ഉണ്ടായിരുന്നു. ആരിഫ് ഹുസൈൻ പറയാൻ വിട്ടുപോയതാവണം മിക്കവാറും. അവരുടെ പേര് റസാക്കർമാരെന്നാണ്. റസാക്കർമാര്. ആ റസാക്കർമാര് അവരെ നേതൃത്വം കൊടുത്ത് ജമാഅത്തെ ഇസ്ലാമി വളർത്തിയെടുത്ത റസാക്കർമാരാണ് 1971 ഹിന്ദു വംശഹത്യക്ക് നേതൃത്വം കൊടുത്തത്. ഇപ്പൊ ഈ ഷെയ്ഖ് ഹസീന സംഭവത്തിന് ശേഷം അവിടുത്തെ ഹിന്ദുക്കൾ, ഹൈന്ദവ സംഘടനകൾ, മൈനോറിറ്റി ലീഡേഴ്സ് ആരോപിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി അതേ റസാക്കർമാരെ ഇപ്പോൾ വളർത്തിക്കൊണ്ടുവരുന്നു എന്നാണ്. അവരാണ് ഈ ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യക്ക് ഇപ്പോൾ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. റസാക്കർമാരെ നമുക്ക് പരിചയമുണ്ട്. ഹൈദരാബാദില് നൈസാമിന്റെ റസാക്കർമാരെ നമുക്ക് പരിചയമുണ്ട്. അപ്പോ അതേ റസാക്കർമാർ അവര് ഇപ്പൊ ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ ആക്രമിക്കാൻ നേതൃത്വം കൊടുക്കുന്നുള്ളതാണ്. ഇത് ആസൂത്രിതമായി ഒരു ഹിന്ദു വംശഹത്യ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ, അതേ ജമാഅത്തെ ഇസ്ലാമിയാണ് ഇന്ത്യയിലുള്ളത്.
അതേ ജമാഅത്തെ ഇസ്ലാമിയുടെ മനോഭാവമാണ് കേരളത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെയും. അതേ ജമാഅത്തെ ഇസ്ലാമിയുടെ മനോഭാവമാണ് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന മീഡിയ വണ്ണിന്റെയും, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ മാധ്യമത്തിന്റെയും. ഇവരുടെ എല്ലാവരുടെയും ഉദ്ദേശം യഥാർത്ഥത്തിൽ തങ്ങളുടെ മതരാഷ്ട്രം, മതരാജ്യം, മുസ്ലിങ്ങളല്ലാത്തവർ ഇല്ലാത്ത, കാഫിറുകൾ ഇല്ലാത്ത, ഹറാമുകൾ ഇല്ലാത്ത, തികച്ചും ഹലാലായ ഒരു ദാറുൽ ഇസ്ലാമിനെ സൃഷ്ടിക്കുക എന്നുള്ള മൗദൂദിയൻ ആശയം നടപ്പാക്കാനാണ് ബംഗ്ലാദേശിലായാലും ഇന്ത്യയിലായാലും അത് ലോകത്ത് എവിടെയായാലും ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള തീവ്ര വഹാബിസ്റ്റുകളുടെ, ഇസ്ലാമിസ്റ്റുകളുടെ മുഴുവൻ ശ്രമം ഒരു തീവ്ര ഇസ്ലാമിക രാഷ്ട്രം സൃഷ്ടിക്കുക എന്നുള്ളതാണ്, മതരാജ്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ബംഗ്ലാദേശിൽ ഹിന്ദു സമൂഹത്തെ മുഴുവൻ അവിടെ നിന്ന് ഇല്ലാതാക്കാൻ, ഉച്ചാടനം ചെയ്യാനുള്ള ആസൂത്രിതമായ നീക്കം സാധാരണ കാശ്മീരിൽ അത് ചെയ്തില്ലേ? റിലീവ്, ഗലീവ്, ചലീവ്. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ മുസ്ലിമായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കൈയാൽ കൊല്ലപ്പെടാം. ഇതാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ നടപ്പാക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ മുസ്ലിമായിട്ട് മതം മാറി ജീവിക്കാം, അല്ലെങ്കിൽ ബംഗ്ലാദേശ് വിട്ടു പോകണം, നിങ്ങൾ കൊല്ലപ്പെടണം. ഈ മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബംഗ്ലാദേശിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ കൂട്ടക്കൊലക്കിരയാകുന്നത്. ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഒരു കാറ്റനങ്ങിയാൽ, ഒരു ഇലയനങ്ങിയാൽ നമ്മുടെ ഭാരതത്തിൽ, കേരളത്തിൽ പ്രത്യേകിച്ചും മെഴുകുതിരി കത്തിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവരെ ഒന്നും, ഒരു ചാനലുകളെയും, ഒരു മാധ്യമങ്ങളെയും, ഒരു മാധ്യമ പ്രവർത്തകരെയും, ഒരു സാംസ്കാരിക നായകരെയും ഒന്നും ബംഗ്ലാദേശിന്റെ വിഷയത്തിൽ നാളിത് വരെ നമ്മൾ കണ്ടിട്ടില്ല. ഒരൊറ്റ വരി പ്രസ്താവനയാണ് CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഒറ്റ വരി പ്രസ്താവന ബംഗ്ലാദേശിലെ വംശഹത്യക്ക് അല്ലെങ്കിൽ അക്രമങ്ങൾക്കെതിരെ. കോൺഗ്രസ് പിന്നെ എന്തെങ്കിലും പറഞ്ഞു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇതെല്ലാം ഏകപക്ഷീയമായി നടക്കുന്ന അക്രമങ്ങളാണ്. ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് ഡോക്യുമെന്റ്സിന്റെ സഹായത്താലാണ്, അടിസ്ഥാനപരമായി ഡോക്യുമെന്റുകളെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പൊ അതിന് ആ നിലയ്ക്ക് ഉമർ മറുപടി പറഞ്ഞാൽ ഞാൻ കേൾക്കാം, എനിക്കതിന് വിഷമമൊന്നുമില്ല. ഉമറിനെ തടസ്സപ്പെടുത്താതെ ഞാൻ കേൾക്കാൻ തയ്യാറാണ്. ഓക്കെ ഡോക്ടർ ഉമ്മ, BBC മാത്രമല്ല ആധികാരികം. ഇപ്പോൾ ഉദാഹരണങ്ങൾ വെച്ച് RV ബാബു അത് പറയുകയും ചെയ്തു. നോക്കൂ, ഡോക്ടർ ഉമ്മ റസാക്കർമാരെ സൃഷ്ടിച്ച് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദുവേട്ട തുടരുമ്പോൾ അതിനെ നിസ്സാരവൽക്കരിച്ച് കാണുന്നത് ശരിയല്ല. പ്ലീസ്, ഞാൻ വേണമെങ്കിൽ താങ്കൾക്ക് ഞാൻ അയച്ചു തരാം തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളുടെയും കെട്ടിത്തൂക്കിയ മൃതദേഹങ്ങളുടെയും ദൃശ്യങ്ങൾ ഞാൻ അയച്ചു തരാം. ജമാഅത്തെ ഇസ്ലാമി അല്ല, പറയട്ടെ ജമാഅത്തെ ഇസ്ലാമി അല്ല, RSS അല്ല, വേറെ ഏതെങ്കിലും സംഘടന ഏതെങ്കിലും ഒരു മനുഷ്യജീവൻ അപഹരിക്കുന്നുണ്ടെങ്കിൽ, ധ്വംസിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. പക്ഷേ ഈ പോസ്റ്റ് ട്രൂത്തിന്റെ കാലത്ത് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി മാത്രമല്ല, RSSനെ പറ്റി നേരത്തെ പറഞ്ഞു ഗുജറാത്തിൽ നടന്നത് ശരിയല്ല, പക്ഷെ മലബാർ കലാപ വേളയിലാണ് നടന്നതെന്ന് അംബേദ്കർ പറഞ്ഞു. അംബേദ്കർ അതുപോലെ വേറെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചിലത് ഇപ്പോൾ ഉദ്ധരിക്കാൻ പോലും പറ്റില്ല. അംബേദ്കറിന്റെ പല കൃതികൾ പോലും നമുക്ക് ലൈബ്രറികളിൽ പോലും വെക്കാത്ത അവസ്ഥയിലാണുള്ളത്. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞു ഹിന്ദുക്കളുടെ ഒരു വികാരമാണ് പശു. ആ പശുവിന്റെ ഇതിനെപ്പറ്റി പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ പശു ഇറച്ചി ബ്രിട്ടീഷുകാർ സമൃദ്ധമായി മൃഷ്ടാന്നം കഴിക്കുമ്പോൾ ആ ബ്രിട്ടീഷുകാരെ പശു അറക്കുന്നതിൽ യാതൊരു പ്രതിഷേധവും കാണിക്കാതെ അപ്പുറത്തുള്ള പാവപ്പെട്ട മുസ്ലിം വീട്ടിൽ പശു അറക്കുമ്പോൾ സ്വാതന്ത്ര്യ പൂർവാനന്തര രാജ്യത്ത് ഇവിടുത്തെ വർഗീയവാദികൾ, ഇവിടുത്തെ തീവ്ര വർഗീയവാദികൾ ചെയ്തതിനെ കുറിച്ച് ഞാനല്ല പറയുന്നത്. BJPയുടെ മുൻ മന്ത്രിയായിരുന്ന ശ്രീ MJ അക്ബർ ബ്ലഡ് ബ്രദേഴ്സ് എന്ന പുസ്തകത്തിൽ എഴുതിയതൊന്ന് വായിച്ചു നോക്കൂ. അപ്പൊ എന്താണ്, മുസ്ലിങ്ങൾ ബീഫ് കഴിക്കുമ്പോൾ മാത്രമേ ഇവിടെ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ ചിലർക്ക്. മറിച്ച് ഹിന്ദുക്കളോ അല്ലെങ്കിൽ ഹിന്ദുക്കളിൽ തന്നെ അന്നത്തെ ക്ഷത്രിയർ പലരും ബീഫ് കഴിച്ചിരുന്നു. ഇന്ന് തന്നെ കേരളത്തിലെ പല BJP നേതാക്കളും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം, അവർ ബീഫ് കഴിക്കുന്നവരാണ്. ഞാൻ അവരുടെ കൂടെ ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ട് അവർ നന്നായി ബീഫ് കഴിക്കും. മുസ്ലിങ്ങൾ ബീഫ് കഴിക്കുമ്പോൾ മാത്രം ബീഫ് കഴിക്കുന്നത് പ്രശ്നമാകും. പിന്നെ മോബ് ലിഞ്ചിങ്ങിന്റെ കണക്കത്ത് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ട്രെയിനിൽ കയറിയിട്ട് സുരക്ഷയ്ക്ക് നിയുക്തനായ ഒരു ഉദ്യോഗസ്ഥൻ പേര് ചോദിച്ച് താടി നോക്കി വെടിവെച്ച സംഭവം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ ബംഗ്ലാദേശിൽ നടക്കുമ്പോൾ അത് തെറ്റ് തന്നെയാണ്. നേരത്തെ ശ്രീ ആരിഫ് ഹുസൈൻ ജനസൈഡിനെ പറ്റി പറഞ്ഞു. അദ്ദേഹം പലസ്തീൻ ജനസൈഡിനെ പറ്റി കേട്ടിട്ടുണ്ടോ? 1948 അതുവരെ ഇല്ലാത്തൊരു രാജ്യം ഉണ്ടാക്കുക. ആ രാജ്യത്തിനെ പറ്റി എന്താ പറഞ്ഞത്? അദ്ദേഹം കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. 13th ട്രൈബ് എന്ന് പറഞ്ഞാൽ ആർതർ കെസ്ലർ എന്ന ജൂത എഴുത്തുകാരൻ എഴുതിയ പുസ്തകം വായിക്കൂ. ഈ 13th ട്രൈബിൽ ആർതർ കെസ്ലർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇറ്റ് വാസ് one nation giving a second nation a third nation's land എന്ന്
എന്നാണ് പറഞ്ഞത്. അത് ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ മറ്റൊരു രാജ്യത്തിന്റെ എന്ന് പറഞ്ഞാൽ പലസ്തീന്റെ ഭൂമി മൂന്നാമതൊരു രാജ്യത്തിന് ജൂതന്മാർ കൊടുക്കായിരുന്നു. ഈ ജൂതന്മാർ അവിടുത്തുകാരാണ്. അവരുടെ ജനിതകമായ പരിശോധന ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി നടത്തി. അവർക്ക് പഴയ ജൂത സെമിറ്റിക് രക്തമായിട്ട് ബന്ധമല്ല. മാത്രമല്ല ടർക്കിയിൽ നിന്ന് ധാരാളം ജൂത മതത്തിലേക്ക് പരിവർത്തനം പാടില്ല എന്ന് പറയുന്ന ജൂത മതത്തിലേക്ക് പരിവർത്തനം ചെയ്തവരാ. അവരിപ്പോ ഇതാ നേതാന്യാഹു എവിടുന്ന വരുന്നത്, ഇതിനു മുമ്പ് ഗോൾഡമീർ എവിടുന്ന വരുന്നത്, കൊളോണിയലിസത്തിന്റെ ഏറ്റവും വലിയ അവശിഷ്ടവും ഏറ്റവും വലിയ ജനസൈഡുമാണ് അവിടെ നടന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം 1971 ജനസൈഡ് അല്ല, 1971 ഒന്നും ഞാൻ ന്യായീകരിക്കില്ല. മനുഷ്യജീവൻ അത് ആരുടെ ജീവൻ. പക്ഷേ ഇപ്പോൾ എക്സാജറേറ്റഡ് എന്ന് പറയുന്നത് ഇപ്പം പലസ്തീനികളുടെ ജനറ്റിക് സാമ്പിൾ ഇതിൽ നടത്തിയിരുന്നു. ഞാൻ പറയട്ടെ ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി നടത്തിയതനുസരിച്ച് അവർക്ക് ജൂതന്മാരുമായിട്ട് കൂടുതൽ ബന്ധമുള്ളത്. വേണേ ഞാൻ കാണിച്ചു തരാം. ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി എന്നാണ് അമേരിക്കൻ നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾ പലസ്തീനികൾ വരുന്നത്, നിങ്ങൾ ഇന്ന് വിളിക്കുന്ന പലസ്തീനികൾ മിക്കവാറും ജോർദാനികളാണ്. നിങ്ങൾ ഇന്ന് പലസ്തീനികൾ വിളിക്കുന്ന ആളുകൾ മിക്കവാറും ഈജിപ്തികളാണ്. നിങ്ങളൊന്ന് പറയൂ, എവിടെയാണ് പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഹിസ്റ്ററിയിലുള്ളത്? നിങ്ങൾ കാണിച്ചത് നിങ്ങൾ പറയണ പണി. ഞാൻ ഞാൻ പറഞ്ഞു നിങ്ങൾ അല്ല ഇതാരപ്പം പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മിസ്റ്റർ ആരിഫ് ഹുസൈൻ തെരുവത്ത് എക്സ് മുസ്ലിമാണ്, ഞാൻ പറയട്ടെ, താങ്കൾ ബൈബിൾ വായിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഞാൻ പറയട്ടെ, താങ്കൾ ബൈബിൾ വായിച്ചോന്നറിയില്ല. ബൈബിളിൽ പറയുന്നത് അനുസരിച്ച് ഫിലിസ്റ്റൈനുകൾ, കനാനൈറ്റുകൾ, പിന്നെ അമോറൈറ്റുകൾ, അമോബൈറ്റുകൾ തുടങ്ങിയ ട്രൈബുകൾ അബ്രഹാം പ്രവാചകൻ എന്ന് അവർ പറയുന്നത്. നിങ്ങൾ ഒരു പ്രവാചകനിലും വിശ്വസിക്കുന്നില്ല, നിങ്ങൾ ഒരു മതത്തിലും വിശ്വസിക്കില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞു മതങ്ങളൊക്കെ കൂടി കെട്ടിപ്പിടിക്കുന്ന കാഴ്ച വെറും ഫോട്ടോയിൽ മാത്രം. ഞാൻ ഫോട്ടോയിൽ അല്ലാതെ ബൈബിൾ ഖുറാനിൽ ഫലസ്തീൻ എന്ന് പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ കാണിച്ചു. നിങ്ങൾ ഖുറാനിൽ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു വാക്ക് കാണിച്ചത് ഫോട്ടോ കാണാനല്ല, ഫോട്ടോ ഉള്ള കാലത്തിന്റെ ഞാൻ പറഞ്ഞേട്ടെ. അപ്പൊ നിങ്ങൾക്ക് ആർവി ബാബു നിങ്ങൾ ഖുർആനിൽ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു വാക്ക് ഒരൊറ്റ ബംഗ്ലാദേശിലോട്ട് പറഞ്ഞു ലോകത്ത് എന്ത് നിങ്ങൾ കളിമ ചെല്ലരുത്. നിങ്ങൾ കളിമ ചെല്ലിയ പിന്നെ എന്തിനു പറ്റും? നിങ്ങൾ ദയവായി കളിമ ചെല്ലരുതെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ രഹസ്യമായി നടത്തുന്ന ഫോൺ സംഭാഷണമൊക്കെ അല്ല നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ ദയവായിട്ട് ഇങ്ങനെ വരരുത്. നിങ്ങൾ ഇവിടുന്ന് എത്ര അകലത്തിൽ പോകുന്നോ അത്രയും ഞങ്ങൾക്ക് ഭാഗ്യമാണ്. പാർട്ടി നിങ്ങൾ എന്താണ് നിങ്ങളുടെ അജണ്ട എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അല്ല ദയവായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരും. എന്താ പറയുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല ഖുർആന്റെ വ്യാഖ്യാനം ഒരു ഹിന്ദു കൊല്ലപ്പെടുകയാണെങ്കിൽ കാട് നണങ്ങളും കയറിയിട്ടുണ്ട്. ആരിഫ് ഹുസൈൻ കയറിയത് കാടല്ല. ആരിഫ് ഹുസൈൻ പലസ്തീനെ പറ്റി പറഞ്ഞ കാടല്ല. ആരിഫ് ഹുസൈൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ പറയുന്നത്. അതിനുള്ള മറുപടി ഞാൻ പറയുന്നത്. നിങ്ങളിവിടെ പറഞ്ഞ നുണകൾ ഇവിടെ പൊളിച്ച് കാണിച്ചാൽ നിങ്ങളുടെ ആ ജാളിയാണ് നിങ്ങളിവിടെ വെപ്രാളമായിട്ട് പുറത്തെടുക്കുന്നത്. അതിവിടെ വിലപ്പോവില്ല. നിങ്ങൾ വിഷയത്തിൽ പറഞ്ഞാൽ നമുക്ക് ബാക്കി പറയാം. എനിക്ക് എന്തിന് ജാള്യത? എന്തിന് ഞങ്ങളടുത്ത് ജാള്യത വേണ്ടത്? ഒരു ഹോമിയോപ്പതി ഡോക്ടറുടെ മുമ്പിലൊന്നും ഞാൻ ജാള്യത ഉണ്ടാവില്ല. എനിക്ക് എന്തിന് ജാള്യത വേണമെങ്കിൽ വന്നോളൂ. ഏത് പരസ്യത്തിന് ഞങ്ങളോട് ചെയ്യാറാ? എനിക്ക് നമുക്കൊരു ദിവസം ഇരിക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇരിക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഒരു പരസ്യ സംവാദം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇരിക്കാൻ മാത്രമേ എനിക്ക് സമയമില്ല. കാരണം വെല്ലുവിളി വെച്ചു ഏറ്റെടുത്തപ്പോ അപ്പൊ തന്നെ മുങ്ങി. ഇതാണ് പ്രശ്നം. നിങ്ങൾക്ക് അതിനുള്ള ത്രാണിയില്ല. അത് തന്നെയാണ് ഈ പറഞ്ഞത്. നിങ്ങൾ മൃഗ ഡോക്ടറാണോ എന്നാണ് എന്റെ ഡൗട്ട്. ത്രാണിക്ക് മാത്രം നിങ്ങളില്ല മിസ്റ്റർ. ഇത് കഴിയുമ്പോൾ നമുക്ക് സംവാദത്തിന് ഇരിക്കാം. ഈ വിഷയത്തിൽ ഒരു സംവാദത്തിന് ഇരിക്കാം. ലോക സമാധാനത്തിന് ഏറ്റവും കൂടുതൽ വിലങ്ങുതടിയാകുന്നത് ഏത് വിഭാഗമാണ്? ഞാൻ തെളിയിച്ചു കാണിച്ചു തരും അത് ഇസ്ലാമാണെന്നുള്ളത്. നിങ്ങൾക്കത് ഏറ്റെടുക്കാൻ ധൈര്യമുണ്ടോ? ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? എന്റെ കയ്യിലുള്ളത് കാരൻ ആംസ്ട്രോങ്ങിന്റെ പുസ്തകമാണ്. ഈ കാരൻ ആംസ്ട്രോങ് നിങ്ങൾ അതൊക്കെ അവിടെ വെക്കൂ. ലോക സമാധാനത്തിന് ഏറ്റവും വലിയ വെല്ലുവിളി ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ 2024 അത് ഇസ്ലാമാണ് എന്ന് ഞാൻ തെളിയിച്ചു കാണിച്ചു. അത് നിങ്ങൾക്ക് മറിച്ച് തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ ഈ വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുക്കുക. ഇതിനുശേഷം നമുക്ക് മറ്റൊരു വേദിയിൽ അത് ചെയ്യാം. ഞാൻ പറയട്ടെ, എല്ലാ മതങ്ങളും പറഞ്ഞേട്ടെ ലോകത്തെല്ലാ മതങ്ങളും രക്തച്ചൊരിച്ചിൽ. എനിക്ക് നിങ്ങളോട് എന്തിനാ ധൈര്യക്കുറവ്? പരസ്പരം വെല്ലുവിളിക്കേണ്ടതല്ലോ. അത് അത്രേ ഉള്ളൂ. നിങ്ങള് അദ്ദേഹം പറഞ്ഞത് ഇസ്ലാമാണെന്നാണ്. നിങ്ങൾക്ക് അറിയൂല. അമീൻ മലൂഫ് എന്ന് അറിയപ്പെടുന്ന ഫ്രഞ്ച് ക്രിസ്ത്യൻ എഴുത്തുകാരനാണ്. അദ്ദേഹം പറഞ്ഞ് ഞങ്ങളോട് പറയാം. അപ്പൊ ഇങ്ങനെ ആവശ്യമില്ലാത്ത പറയരുത്. അപ്പൊ ഞാൻ
ഈ ബംഗ്ലാദേശിൽ ഒരു ഹിന്ദു കൊല്ലപ്പെടുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. പക്ഷെ BBC ഉദ്ധരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിയല്ല. ലോകത്ത് ചില ചാനൽ, BBC മാത്രമല്ല ഹിന്ദു പോലും ഈ റിപ്പോർട്ടിൽ എഴുതുമ്പോൾ എപ്പോഴും എഴുതിയത് റിപ്പോർട്ട്സ് എന്നുള്ളത് അവർ പലപ്പോഴും അത് കൊട്ടേഷൻ മാർക്കിലാട്ടത്. അത് ഒരാളെ പക്ഷെ കൊല്ലുന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. പക്ഷെ അവർ പറയുന്നത്, അവരിൽ ചില ആളുകൾ പറയുന്നത്, ഇപ്പൊ ഞാൻ നേരത്തെ ബംഗ്ലാദേശിലെ ഹിന്ദു നേതാവിന്റെ പേരുദ്ധരിച്ചു. ആ നേതാവ് പറയുന്നത് ഗോവിന്ദ് പ്രമാണിക് എന്ന നേതാവാണ്. അദ്ദേഹത്തിന്റെ വീഡിയോ നോക്കൂ. അദ്ദേഹം പറയുന്നത് ഹിന്ദുക്കൾക്കെതിരെ ഇങ്ങനെ ആസൂത്രിതമായ ആക്രമണമില്ലാന്ന്. മാത്രമല്ല ഇപ്പൊ ഇന്ത്യയിൽ ആ ബംഗ്ലാദേശിന്റെ ഇടക്കാല മന്ത്രിസഭയിൽ അവിടെ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന ആളുടെ പേരെന്താണ്? അദ്ദേഹത്തിന്റെ പേര് ബിധാൻ രഞ്ജൻ റോയ് എന്നാണ്. ഇന്ത്യയിൽ ക്യാബിനറ്റിൽ ഏത് മുസ്ലിം ഉണ്ട്? നമ്മൾ പറയുന്നത് 8% മാത്രമാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കളുടെ എണ്ണം. പക്ഷെ അവിടുത്തെ ക്യാബിനറ്റിൽ, അത് മുഹമ്മദ് യൂനുസിന്റെ ഇടക്കാല ക്യാബിനറ്റിൽ ഒരു ഹിന്ദു ഉണ്ട്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ക്യാബിനറ്റിൽ ഒരാളെ പറഞ്ഞു തരൂ. അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാ സഹിഷ്ണുത എന്ന് പറഞ്ഞത് എല്ലാവർക്കും ഉണ്ടാവണ്ട, അത് നിരീശ്വരവാദികൾക്കും ഉണ്ടാവണ്ട. തീരെ സഹിഷ്ണുത അല്ലാത്ത എൻ്റെ അഭിപ്രായത്തിൽ ഈ നിരീശ്വരവാദികൾക്കാ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ അല്പ സഹിഷ്ണുത ഉണ്ട്. അവരൊക്കെ പലപ്പോഴും സഹിഷ്ണുത കാണിച്ച ചരിത്ര സന്ദർഭങ്ങൾ ഇത്രയുണ്ട്. പക്ഷെ ഒരിക്കലും സഹിഷ്ണുത കാണാതെ മതത്തിനെ മുഴുവൻ പിഴുതെറിഞ്ഞത് ആരിഫ് ഹുസൈന്റെ നിരീശ്വരവാദത്തിൽ ഇതുപോലെയുള്ള വലിയ ഒന്നും ലഘൂകരിക്കുന്നില്ല. അതാണല്ലോ താങ്കൾ പറഞ്ഞു വരുന്നത്. കേട്ടില്ല. താങ്കൾ ഇപ്പോഴും BBC-യെ മാത്രമാണ് ആശ്രയിക്കുന്നത്. BBC പറഞ്ഞ എന്തോ അതാണ് താങ്കൾക്ക് വേദവാക്യം. BBC-യെ മാത്രം എന്നല്ല ഞാൻ പറഞ്ഞത്. ലോകത്തുള്ള ചില ചാനലുകൾ, ഒന്ന് BBC, അൽ ജസീറ. ഞാൻ പിന്നെ റിപ്പബ്ലിക് TV ചാനലിനെ മാത്രമാണ് ആശ്രയിക്കുന്നത്. എത്രയോ തവണ റിപ്പബ്ലിക് TV ഇന്ത്യയിലെ ജനൻ ടിവിയാണ് ആശ്രയിക്കേണ്ടത്. ജനൻ ടിവിയുടെ ഡാറ്റാലേഖകൻ ആരാണ്? അദ്ദേഹത്തിന് ടെലിഫോൺ നമ്പർ തരും, ഞാൻ അദ്ദേഹത്തോട് വിളിച്ചോളാം. അല്ല, ജനൻ ടിവിയുടെ ഡാറ്റ ടെലിഫോൺ നമ്പർ നമുക്ക് എല്ലാവർക്കും ലോകത്തുള്ള ചില മാധ്യമങ്ങളുണ്ട്. അല്ല ഡോക്ടർ ഇന്ന് ബംഗ്ലാദേശിൽ ഒരു പത്രം കത്തിക്കാൻ വേണ്ടി കുറേ പേര് അങ്ങോട്ട് പോയിട്ടുണ്ട്. അതായത് അവാബി ലീഗിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് ആ പത്രം ഓഫീസ് തന്നെ കത്തിക്കാൻ പോയിരിക്കുന്നത്. അപ്പോൾ ബംഗ്ലാദേശിലും ചില സ്വതന്ത്ര പത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവരും ചില സത്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. അതിൽ ഈ കലാപകാരികൾ, ഈ ഹിന്ദു വംശഹത്യ നടത്തുന്നവർ, ഹിന്ദുക്കളെ വേട്ടയാടുന്നവർ പ്രകോപിച്ചിട്ട് കാര്യമില്ലല്ലോ. പത്രം കത്തിച്ചതുകൊണ്ട് സത്യം മറച്ചു വെക്കാൻ പറ്റില്ലല്ലോ. അല്ല, ഹിന്ദുക്കളെ നല്ല ആരെയും വേട്ടയാടാൻ പാടില്ല. ഒരു രൂപത്തിലും. ഹിന്ദുക്കളുടെ ജീവൻ ഞാൻ വിചാരിക്കുന്നത് പാവനമാണെന്നാണ്. അല്ല, നോക്കൂ ഇപ്പൊ അല്ല, താങ്കൾ തന്നെ ഈ സംബാൽ വെടിവെപ്പിനെ കുറിച്ച് വൈകാരികമായിട്ടാണ് പ്രതികരിച്ചത്. പക്ഷേ അല്ല, ആ വൈകാരികത ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യയിൽ താങ്കൾക്കില്ല. ആ വൈകാരികത ഇല്ല. ഹിന്ദു വംശഹത്യ നടക്കുന്നുണ്ടോ എന്ന് ഞാൻ പറഞ്ഞത് മരിച്ചപ്പോൾ അല്ലെ, ഞാൻ പറഞ്ഞു കേട്ടെ, 9 ഹിന്ദുക്കളാണ് മരിച്ചതെന്നാ പറയുന്നത്. ഹിന്ദുക്കളാണോ ബംഗ്ലാദേശിൽ മരണപ്പെട്ടത്? പ്ലീസ് ഡോക്ടർ ഒമർ, ഇങ്ങനെ കള്ളം പറയാതെ, ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാതെ. റിപ്പോർട്ടിൽ കണ്ടത് ഞാൻ വേണമെങ്കിൽ റിപ്പോർട്ടിൽ കാണിച്ചു തരാം. നമ്മളും BBC-യും മറ്റു മാധ്യമങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നവരാണ് കേട്ടോ. ഇപ്പൊ താങ്കളെ പോലെ അത്ര നോളജ് ഇല്ലെങ്കിലും ഇതെല്ലാം ഫോളോ ചെയ്യുന്നവരാണ്. ബംഗ്ലാദേശിലെ പത്രങ്ങളടക്കം നോക്കുന്നതാണ്. ഇനിയിപ്പോ കൂട്ടക്കൊല നടന്നിട്ടില്ല, അത് കിട്ടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. പ്ലീസ്. താങ്കൾ ഇത് പത്രം വായിച്ചെന്ന് പറയൂ. അല്ല, കൂട്ടക്കൊല ഞാൻ അനിൽ നമ്പ്യാർ, ഒരു കാര്യമുണ്ട്. ലോകത്ത് ചിലത് മാത്രം ഓർമ്മിക്കപ്പെടുകയും ചിലത് മറക്കപ്പെടുകയും ചിലത് മറക്കാൻ ഓർമ്മിക്കപ്പെടുകയും ചിലത് ഓർമ്മിക്കാൻ മറക്കപ്പെടുകയും ചെയ്യുന്നതാണ് ലോകചരിത്രം. ഇപ്പോൾ നേരത്തെ ഗോദ്രയുടെ സംഭവം ഇവിടെ പറഞ്ഞു. ഗോദ്രയേക്കാൾ മുമ്പ് ഇന്ത്യയിലെ 60ഓളം ഹിന്ദുക്കളെ, 60 നേരത്തെ അദ്ദേഹം പറഞ്ഞ 60 എന്നാണ്, അവിടെ 40 എന്നാണ് ഞാൻ വായിച്ച കണക്ക്. പക്ഷേ ഗോദ്രക്ക് മുമ്പ് ഇന്ത്യയിൽ വലിയൊരു ഹിന്ദു ഹത്യ നടന്നിരുന്നു. എവിടെയാണെന്നറിയോ? കിൽവൻ മേണി എന്ന തമിഴ്നാട്ടിലെ ഗ്രാമത്തിൽ ദലിതരായ 40ഓളം ആളുകളെ കൂട്ടത്തോടെ ചുട്ടുകൊന്നിരുന്നു. അതിനെപ്പറ്റി ഒരു നോവലിൽ തന്നെ എഴുതിയിട്ടുണ്ട് മീനാകണ്ഠസ്വാമി. അത് ഇന്ത്യയുടെ മനസ്സിൽ എവിടെ ഉണ്ടോ? ആരെങ്കിലും അനുസ്മരിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? അതിനാരായിരുന്നു ഉത്തരവാദികൾ? നോക്കേണ്ടതുണ്ട്. അപ്പൊ ഇത് ഇരവാദം മുഴക്കുന്ന പരിപാടി ഹിന്ദുക്കൾക്കില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇരവാദം മുഴക്കി ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന പരിപാടി ഹിന്ദുക്കൾക്കില്ല, ജൂതന്മാർക്കും ഇല്ല. അത് നിങ്ങൾ കണ്ടുപിടിക്കണം. കാക്കമാർ കുറച്ച് കുറയ്ക്കേണ്ട സാധനമാണത്. ഡോക്ടർ മോഹൻ വർഗീസ്, സമാധാനത്തിന് നോബൽ സമ്മാനം ഏറ്റുവാങ്ങിയ ഡോക്ടർ മുഹമ്മദ് യൂനുസാണ് ഇപ്പോൾ അവിടുത്തെ ഇടക്കാല സർക്കാരിന് നേതൃത്വം നൽകുന്നത് കേട്ടോ. എന്നിട്ട് പോലും അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കളിപ്പാവയായിട്ട് പ്രവർത്തിക്കുകയാണ്. എന്താണ് ഇതിനൊക്കെ ഒരു ആശ്വാസം അല്ലെങ്കിൽ അറുതി എന്നുണ്ടാവും? വിധി വൈപരീത്യം എന്നേ പറയാനുള്ളൂ. അദ്ദേഹം പ്രവാസത്തിലായിരുന്നു. സമാധാനത്തിന് നോബൽ സമ്മാനമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് എന്നത് കുറച്ചുകൂടി വലിയ ആകാംക്ഷ ഉണ്ടാക്കുന്ന കാര്യമാണ്. അദ്ദേഹം
വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ധാക്കയിലെത്തിയതും. താൻ ഒരു രാജ്യത്തിൻ്റെ കുഴഞ്ഞു മറഞ്ഞു കിടക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ വന്ന് ശാന്തത ഉണ്ടാക്കാമെന്ന നല്ല ഉദ്ദേശത്തിൽ വന്നതാണ്. പക്ഷേ അവിടെ കണ്ട യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അദ്ദേഹം ലീവ് ചെയ്തപ്പോഴുണ്ടായ ബംഗ്ലാദേശ് അല്ല, അദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ കാണുന്ന ബംഗ്ലാദേശ്. അവിടെ ഒരു വിഭജനത്തിൻ്റെ, ഡിവൈഡിൻ്റെ, ഹെയ്റ്റിൻ്റെ അന്തരീക്ഷം ബംഗ്ലാദേശിൽ സംജാതമാകുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രക്ചറൽ വയലൻസിൻ്റെ ഒരു അന്തരീക്ഷം. ഇവിടെ നോക്കൂ, നമ്മളിവിടെ ബംഗ്ലാദേശ് ഒന്ന് കേന്ദ്രീകരിക്കുമ്പോൾ ഭാരതത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ ബംഗ്ലാദേശിനെ കാണാൻ ശ്രമിക്കുന്നത്. വി ഡോണ്ട് ആക്ച്വലി വാണ്ട് എ ട്രബിൾഡ് നെയ്ബർഹുഡ്. അപ്പോൾ അത് പാകിസ്ഥാനാണെങ്കിലും ശരി, ബംഗ്ലാദേശ് ആണെങ്കിലും ശരി, ശ്രീലങ്ക ആണെങ്കിലും ഈവൻ മാലദ്വീപ് ആണെങ്കിലും ശരി, ഒരു ട്രബിൾഡ് നെയ്ബർഹുഡിൽ എക്സിസ്റ്റ് ചെയ്യാൻ ഇന്ത്യക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഒരു സ്ട്രാറ്റജിക് പോയിന്റിലാണ് ബംഗ്ലാദേശ് കിടക്കുന്നത്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യയുടെ സബ് കോണ്ടിനെൻ്റൽ ഇന്ത്യ, അതിന് മധ്യേയുള്ള ഭാഗം. അപ്പോൾ അവിടെ അസ്ഥിരമാവുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന്, ബംഗ്ലാദേശിൽ ഉണ്ടാകുന്ന അസ്ഥിരത, ന്യൂനപക്ഷ പീഡനമായിക്കൊള്ളട്ടെ, ജനസൈഡ് ആയിക്കൊള്ളട്ടെ, എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, വലിയ തോതിലാണ് അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് മുൻകാലങ്ങളിൽ 1972 ഉൾപ്പെടെ പ്രവേശിച്ചത്. അത് ബംഗാളിൻ്റെ ഡെമോഗ്രാഫിക്, പ്രത്യേകിച്ച് നമ്മുടെ പശ്ചിമ ബംഗാളിൻ്റെ ഡെമോഗ്രാഫിക് ബാലൻസ് മാറുന്നത് കണ്ടു. ജാർഖണ്ഡിൽ പോലും അതൊരു നറേറ്റീവായി ഒരു പാർട്ടി ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇന്ത്യയുടെ ഡെമോഗ്രാഫിക് ബാലൻസ് മാറാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. കടന്നു വരുന്നത്, അഭയാർത്ഥികളായി കടന്നു വരുന്നത് ഹിന്ദുക്കൾ മാത്രമായിരിക്കില്ല എന്നോർക്കണം, മുസ്ലിങ്ങളും ഹിന്ദുക്കളുമാണ് കടന്നു വരുന്നത് എന്നോർക്കണം. ഒരു വിഭാഗത്തിന് മാത്രമായി ആ ഫോറസ്റ്റ് ബോർഡേഴ്സ് നമുക്ക് തുറന്നു കൊടുക്കാനാവില്ല, എല്ലാവരും കടന്നു വരും. അതൊന്ന്. രണ്ട്, അസ്ഥിരമായിക്കൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശിലേക്ക് വൈദേശിക ഇടപെടലുകൾ, പ്രത്യേകിച്ച് ചൈനയുടെ ഇടപെടൽ, അത് ഇപ്പോൾ തന്നെ ചിറ്റഗോങ് തുറമുഖത്തിന് വലിയ തോതിലുള്ള സാമ്പത്തിക സഹായം നൽകി ഒരു ഡെറ്റ് ട്രാപ്പ് ഡിപ്ലോമസി ചൈന അഡോപ്റ്റ് ചെയ്യുന്നു. അത് പാകിസ്ഥാൻ്റെ കാര്യത്തിലും ശ്രീലങ്കയുടെ കാര്യത്തിലും ബംഗ്ലാദേശിൻ്റെ കാര്യത്തിലും അത് ശരിയാണ്. അങ്ങനെ വരുമ്പോൾ ബംഗ്ലാദേശിൽ നടന്ന ഭരണമാറ്റം, മുഹമ്മദ് യൂനുസ് വലിയ പ്രതീക്ഷയോടെ വന്നു. അദ്ദേഹം പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെടുന്നൊരു കാഴ്ച. വന്നതും ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധനം പിൻവലിച്ചല്ലോ അദ്ദേഹം. അത് പിൻവലിച്ചു. അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട അതൊരു അവതാര ദൗത്യം അദ്ദേഹം നിർവഹിച്ചു എന്ന് പറയുന്നതാകും കുറച്ചുകൂടെ ശരി. അപ്പം അദ്ദേഹം വന്നു. അല്ലെങ്കിൽ യൂനുസിനെ കെട്ടിത്തൂക്കും ഇവർ. യൂനുസ് സത്യം പറഞ്ഞാൽ നല്ല ഇൻറ്റൻഷനിൽ തന്നെയാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻസിനെ കുറിച്ചൊന്നും എനിക്ക് യാതൊരു ആക്ഷേപവുമില്ല. പക്ഷെ അവിടെ കണ്ട യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, അവിടെ യഥാർത്ഥത്തിൽ ഈ ഒരു വാക്കാണല്ലോ അവിടെ പ്രശ്നമുണ്ടാക്കിയത്. ഷെയ്ഖ് ഹസീന ഉപയോഗിച്ച ഒരു വാക്ക്, ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ഉണ്ടായ ഒരു ജൈവികമായ ഒരു പ്രക്ഷോഭമാണെന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ ഈ ഒരു ചെറിയ റെസിസ്റ്റൻസ് ഉണ്ടായി. ഷെയ്ഖ് ഹസീനയുടെ ഏതാണ്ട് ചെറിയ ധിക്കാര നടപടികളുണ്ട്. അപ്പം ഛാത്ര ദൾ എന്ന ചെറിയ ഒരു സംഘടന, അവർ ഉണ്ടാക്കിയ ഒരു ചെറിയ പ്രശ്നമാണ്. അപ്പോൾ അവരെ ഷെയ്ഖ് ഹസീന വിളിച്ചത് റസാക്കേഴ്സ് എന്നാണ്. അപ്പോൾ ഈ റസാക്കർ എന്ന വാക്കിന് അന്നുണ്ടായ 71 ഒരു പരിപ്രേക്ഷ്യമല്ല 2024 അപ്പം ഞാനും റസാക്കർ എന്ന രീതിയിൽ എഴുതിയ ടീഷർട്ടും ധരിച്ചുകൊണ്ട് വളരെ വലിയ തോതിലാണ് ജനം തെരുവിലിറങ്ങിയത്. അത് പ്രോത്സാഹിപ്പിച്ചത് തീർച്ചയായും ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ്. അതെത്ര അല്ല എന്ന് പറഞ്ഞാലും ശരി, ഈ വിഷയം ആളിക്കത്തിച്ചതും ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയുള്ള പ്രക്ഷോഭം, അതൊരു ജനകീയ പ്രക്ഷോഭം, ജൈവികമായി ഉണ്ടായി വന്ന പ്രക്ഷോഭത്തിന് എരിവും പുളിയും തീയും പകർന്നു നൽകിയത് തീർച്ചയായും ജമാഅത്തെ ഇസ്ലാമിയുടെ ഇടപെടലാണ് എന്നത് നിഷ്പക്ഷമായിട്ട് പറയാൻ സാധിക്കും. അല്ലാതെ അത് പുറത്തു നിന്നുള്ള ഇടപെടലല്ല, ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൻ്റെ ഇടപെടലാണ്. അവിടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. അങ്ങനെയാണ് ആ ഭരണകൂടം മാറുന്നതും പുതിയ ഭരണകൂടം വരുന്നതും. അപ്പോൾ ഈ സ്റ്റെബിലൈസിങ് എഫക്റ്റ് ഇപ്പോൾ ശ്രീലങ്കയിൽ വന്നത് നോക്കൂ. ശ്രീലങ്കയിൽ പുതിയൊരു ഭരണകൂടം വന്നു. ഒരു സ്റ്റെബിലൈസിങ് ഇഫക്റ്റാണ്. ലോകബാങ്കിൽ നിന്നും കടമെടുത്തുകൊണ്ട് ആ സാഹചര്യങ്ങൾ ക്രമപ്പെടുത്തുകയും ഒരു തെരഞ്ഞെടുപ്പ് നടത്തി ഈ അധികാരത്തിൽ വന്നവരൊന്നുമല്ല, ഒരു പുതിയ പാർട്ടി അധികാരത്തിൽ വരും നമ്മൾ കണ്ടു. പാകിസ്ഥാനിൽ ആ പ്രക്രിയ നടക്കുന്നു. പക്ഷേ ബംഗ്ലാദേശിൽ നടക്കുന്നത് ഒരു റാഡിക്കലൈസേഷൻ, അല്ലെങ്കിൽ ഭൂരിപക്ഷ മതത്തിൻ്റെ റാഡിക്കലൈസേഷനാണ് നടക്കുന്നത്. അവിടെ ഒരു ചെറിയ വിഭാഗം മാത്രമായിരുന്നു റാഡിക്കൽ. ഇപ്പോഴത് വ്യാപകമായി ബംഗ്ലാദേശിനെ ഒരു റാഡിക്കൽ രാഷ്ട്രമാക്കി മാറ്റിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ തോതിലുള്ള സുരക്ഷാ ഭീഷണിയാണ്. അപ്പം അവിടെയാണ് ഭാരതത്തിന് ശ്രദ്ധ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. രണ്ട് രീതിയിലാണ്. ഒന്ന്, വിദേശത്തു നിന്ന് വരുന്ന
ഇടപെടലുകൾ, 2 ഇന്ത്യക്ക് നേരെ വരാൻ സാധ്യതയുള്ള അഭയാർത്ഥി വിഷയം, അതോടൊപ്പം തന്നെയാണ് സുരക്ഷാ ഭീഷണിയും. അതുകൊണ്ട് തന്നെ ഈ വിഷയം ലാഘവത്തോടെ കൈകാര്യം ചെയ്യാൻ നമുക്കാവില്ല. ഒരു ഹൈന്ദവരുടെ ഒരു ജനസൈഡ് അത് എതിർക്കപ്പെടേണ്ടതാണ്, ലോക മനസാക്ഷി ഉണരേണ്ടതാണ്. അതേപോലെ തന്നെ ഇന്ത്യയുടെ സുരക്ഷാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ശ്രീ അനിൽ. യെസ്, ഡോക്ടർ ആരിഫ് ഹുസൈൻ, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. യെസ്, ഇതിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്ക് ആവർത്തിക്കാനുള്ളൂ. അതായത് ബംഗ്ലാദേശിൽ നടക്കുന്ന വിഷയത്തിൽ സ്വാഭാവികമായിട്ടും ഭയക്കാനുള്ള കാര്യങ്ങളുണ്ട്. 2 കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, നിലവിൽ നടക്കുന്ന വിഷയങ്ങളിൽ വ്യാപകമായ അക്രമങ്ങൾ നടക്കുന്നു എന്നത് എനിക്ക് നമുക്ക് നേരിട്ട് അറിയാനുള്ള വഴികളിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നത് കൊണ്ട് ഒരു വശത്ത് അത്. 2, ഇതിനു മുന്നേ നടന്നിട്ടുള്ള ചില 1971 അടക്കമുള്ള കാര്യങ്ങളും അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നുള്ളത്. എല്ലാത്തിനും ഉപരി ന്യൂനപക്ഷങ്ങൾ കാലങ്ങളായിട്ട് അവിടെ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നു എന്നത് മുൻകാലങ്ങളിൽ UN അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വിഷയവുമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതവിടെ നടക്കുന്നു. പിന്നെ പ്രത്യേകിച്ചും ഈ വിഷയത്തിന്റെ തുടക്കം അത് ഇന്ന് എത്തി നിൽക്കുന്ന അവസരം വരെ നമ്മളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായ ഒരു ന്യൂനപക്ഷ വേട്ട അതിനകത്ത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള രീതിയിൽ തന്നെയാണ് അതിന്റെ തുടക്കം മുതൽ കാര്യങ്ങൾ പോയിട്ടുള്ളത് എന്നത് ഇവിടെ വ്യക്തമാണ്. കാരണം ഇതിന്റെ തുടക്ക കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ചില ന്യൂസ് റിപ്പോർട്ട്സ് പങ്കുവെച്ചതിൽ പ്രധാനമായിട്ട് സ്റ്റുഡന്റ് ലീഡേഴ്സായിട്ട് അവരുടെ ആവശ്യത്തിന് വേണ്ടി മുന്നോട്ട് ഒരുമിച്ച് നിന്നിരുന്ന ആളുകൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എന്തിനാണ് എൻ്റെ വീട് കത്തിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ഹിന്ദുക്കളായിട്ടുള്ള സ്റ്റുഡന്റ് ലീഡേഴ്സ് വന്ന് പറയുന്നതിന്റെ പത്രവാർത്തയും വീഡിയോസും ഒക്കെ ഇവിടെ സർക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതുപോലെ അത് നമ്മളുടെ ഹമാസ് എങ്ങനെയാണോ വിഷയങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് പുറത്തുവിട്ടത് സമാനമായ രീതിയിൽ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമായിട്ട് പോയിക്കൊണ്ട് പിന്നെ ഒരു കലാപം നടക്കുമ്പോൾ അതിനകത്ത് കൃത്യമായ എണ്ണം വേണമെന്നൊക്കെ വാശി പിടിച്ചിട്ടേ നിങ്ങൾ പറയുള്ളൂ എന്നുണ്ടെങ്കിൽ ആ വാശി പിടിക്കൽ മിസോറാമിൽ വേണമെന്നും കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഹമാസിന്റെ വിഷയത്തിലും വരണം. ഏതായാലും അത് നേരിട്ട് ഞാൻ ആ ബന്ധത്തിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് പോകാൻ സമയമില്ലാത്തതാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. പക്ഷേ ഇവിടെ പറഞ്ഞു ചില വെല്ലുവിളികളൊക്കെ നടത്തി. ആ വെല്ലുവിളിയിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഇതുപോലുള്ള തെറ്റായ കാര്യങ്ങളും അബദ്ധങ്ങളും പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരിപാടികൾ ഇതുപോലുള്ള സാമൂഹിക നിരീക്ഷകർ ഇവിടെ നിർത്തണം. പ്രത്യേകിച്ച് ചില ഘട്ടങ്ങളിൽ ഞാൻ ഹോമിയോ ഡോക്ടർ ആണെങ്കിലും ചില സമയങ്ങളിൽ ഞാൻ ഒരു മെഡിക്കൽ ഡോക്ടർ ആയിട്ട് മാറാറുണ്ട്, ജാക്കിർ നായിക്കിനെ പോലെയുള്ള. അത് നിങ്ങൾ ക്ഷമിക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ. തൽക്കാലം അത്രയും പറഞ്ഞു നിർത്തുകയാണ്. ഓക്കെ, ഡോക്ടർ ഒമാർ പറയാനൊന്നുമില്ലല്ലോ. ഒരു മിനിറ്റ്. അല്ല, പറയാനുണ്ട് എന്ന് പറയണ്ടെങ്കിൽ എണ്ണം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് നേരിട്ട് അറിയാം. ഞാൻ നേരിട്ട് ബംഗ്ലാദേശിൽ പോയിട്ടില്ല. അദ്ദേഹം എപ്പോഴാണ് നേരിട്ട് ബംഗ്ലാദേശിൽ പോയെന്ന് അറിയില്ല. പിന്നെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ എക്സ് മുസ്ലിങ്ങളുടേതാണെന്നാണ്. ഇത്രയും വിശ്വസിക്കാൻ പറ്റാത്ത, ഞാൻ RSS വിശ്വസിക്കാൻ, റിപ്പബ്ലിക് വിശ്വസിക്കാം, ഈ എക്സ് മുസ്ലിങ്ങൾ അത്ര വിശ്വസിക്കാൻ പറ്റാത്ത അല്ല. ബംഗ്ലാദേശ് ആവും നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളൊക്കെ അവിടെ ബോഡി കൗണ്ട് എടുത്താണല്ലോ. BBC മാത്രമാണ് ആധികാരികം എന്ന ആ ഒരു ബോഡി കൗണ്ട് എടുത്താണ് ചിന്ത മാറ്റുക. ഞാൻ പറയുന്നത് ലോകത്തിൽ ലോകത്തിലെ ഏറ്റവും ലോകത്തിലെ ഡിപ്പെൻഡബിൾ ആയ ഇത്തരം കണക്കുകളിൽ ഡിപ്പെൻഡബിൾ എന്ന് പറയുന്ന BBC പോലുള്ള മാധ്യമങ്ങളെ മോശം എന്നുള്ളത് നിങ്ങൾ ചെയ്യുന്ന വളരെ മോശമായിട്ട് എനിക്ക് തോന്നും. ഞാൻ ചെയ്യുന്ന മോശമായിട്ട് നിങ്ങൾക്ക് തോന്നും. ഇതൊന്നും പ്രൊഫഷണൽ ഇത് ഏറ്റവും ഉളുപ്പുണ്ടോന്ന് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ പറയൂ, എന്തിനാണ് അവിടുത്തെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അവിടെ രാജിവെച്ച് ഇറങ്ങിയത്? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ പറയൂ. അതിനുശേഷമുള്ള ഏത് കണക്കാണ് വിഷയം? ഓക്കെ പ്ലീസ് അർവി ബാബു. ഉമറിന്റെ ശ്രദ്ധയിലേക്ക് ഞാനൊരു വിഷയം പറയാം. ഈ കഴിഞ്ഞ ഉത്തർപ്രദേശിന്റെ ഉമർ പറയുകയുണ്ടായി, കേന്ദ്ര ക്യാബിനറ്റിൽ ഒരു മുസ്ലിം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയുണ്ടായി. അവിടെ ബംഗ്ലാദേശിൽ ഒരു മുസ്ലിം ഉണ്ട്, അല്ല ഹിന്ദു ഉണ്ട് മന്ത്രിസഭയിൽ. കേന്ദ്ര ക്യാബിനറ്റിൽ, ഇന്ത്യയുടെ കേന്ദ്ര ക്യാബിനറ്റിൽ ഒരു മുസ്ലിം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയുണ്ടായി. അപ്പോ അത് ഞങ്ങൾ ചരിത്രത്തിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. കാരണം ഔറംഗസീബിന്റെ സേനാനായകൻ രാജാ ജയസിംഹനായിരുന്നു. അദ്ദേഹമാണ് ഹിന്ദുക്കളെ കോട്ടക്കൊല ചെയ്യാൻ ഔറംഗസീബിന് നേതൃത്വം കൊടുത്തയാണ്. അപ്പോ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഞങ്ങൾ ചരിത്രത്തിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത ചരിത്രപരമായ ഉത്തർപ്രദേശില് ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഉപതെരഞ്ഞെടുപ്പില് കുന്തർക്കി എന്ന് പറയുന്ന മണ്ഡലമുണ്ട്. 85% മുസ്ലിങ്ങളുള്ള മണ്ഡലം. കുന്തർക്കി എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ 85% മുസ്ലിങ്ങളുള്ള മണ്ഡലത്തിൽ അവിടെ 1,44,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അവിടെ ഈ ഉമർ പറയുന്ന ഈ മുസ്ലിം വിരുദ്ധനായിട്ടുള്ള ആളെ മുസ്ലിങ്ങൾ വോട്ട് ചെയ്ത് അങ്ങ് ജയിപ്പിച്ചു. 1,44,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് 11 എതിരാളികൾ മുസ്ലിങ്ങളായിരുന്നു. അവിടുത്തെ മുസ്ലിങ്ങൾക്ക് അറിയാം ആരാണ് അവരുടെ ശത്രുക്കളെന്ന്. ഈ സാധാരണ മുസ്ലിങ്ങൾ ഇപ്പൊ കാര്യം മനസ്സിലാക്കി വരികയാണ്. ഉത്തർപ്രദേശിലടക്കം സാധാരണ മുസ്ലിങ്ങൾ നിങ്ങളുടെ ഈ ഇരവാദം
ഇനി ചെലവാകാൻ പോകുന്നില്ല. മുസ്ലിങ്ങൾ വളരെ സെക്യുലർ ഈ ഇരവാദം നിങ്ങൾക്ക് മുസ്ലിങ്ങൾ വളരെ സെക്യുലറായിട്ട് ചിന്തിക്കുന്നവരാണ്. മുസ്ലിങ്ങളെ നേരത്തെ നിങ്ങൾ പറഞ്ഞു ഹിന്ദുക്കൾ ഹിന്ദുക്കൾ മാത്രമാണ് ഇരവാദം ഉന്നയിക്കാത്തത്. ഇപ്പൊ ഈ നടക്കുന്ന ചർച്ച എന്താണ്? ഇരവാദമാണോ? നേരത്തെ നിങ്ങൾ പറഞ്ഞു, ഞാൻ പറയുന്നില്ല മുസ്ലിങ്ങൾ ഇരവാദം എല്ലാവരും ഇരവാദം എന്തായാലും കേരളത്തിലെ മുസ്ലിങ്ങളും താമസിയാതെ മാറി ചിന്തിക്കുന്നു നമുക്ക് പ്രതീക്ഷിക്കാം. സമയപരിമിതി കൊണ്ട് ചർച്ച അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സഹോദരങ്ങളെ അയൽരാജ്യത്ത് കശാപ്പ് ചെയ്തിട്ടും ഭാരതത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ കുറ്റകരമായ മൗനം പാലിക്കുകയാണ്. യു പിയിലെ സംബലിൽ മസ്ജിദ് സർവേക്കെത്തിയ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചവർക്കെതിരെയുള്ള പോലീസ് വെടിവെപ്പ് തലക്കെട്ടാക്കിയ പത്രമാധ്യമങ്ങളൊന്നും തന്നെ ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യയോ സ്വാമിയുടെ അറസ്റ്റോ ഒരു കോളം വാർത്ത പോലും ആക്കുന്നില്ല. ഇവരുടെയൊക്കെ ഹൈന്ദവ വിരുദ്ധത ഇനിയെങ്കിലും തിരിച്ചറിയുക. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.